الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽ അർബഊൻ അന്നവവിയ എന്ന കിതാബിലെ ഏകദേശം 15ഓളം ഹദീസുകൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പൂർത്തീകരിച്ചു. ഇന്ന് അൽഹംദുലില്ലാ ബാക്കി വരുന്ന 27ഓളം ഹദീസുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ നമ്മൾ ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാഹ് 16ാമത്തെ ഹദീസ് മുതലാണ്. عن أبي هريرة رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم أوصني قال لا تغضب فردد مرارا قال لا تغضب رواه البخاري. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹായ ഹദീസാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത്. ഈ ഹദീസിൽ ഏകദേശം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 5765 നമ്പറായി ഹദീസായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബുഖാരിയിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്രകാരം പറയുകയും ചെയ്തു, ഔസിനി, എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകണം, വസിയത്ത് നൽകണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയോട് പറഞ്ഞു, ഖാല, റസൂൽ പറയാണ്, ലാ തഗ്ളബ്, നീ കോപിക്കാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല. വീണ്ടും ആ സഹാബി ചോദിച്ചു, ഫറദ്ദദ മിറാറൻ, വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഔസിനി യാ റസൂൽ, എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകണം, വസിയത്ത് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല ലാ തഗ്ളബ്, നീ കോപിക്കാൻ പാടില്ല. ആവർത്തിച്ച് റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബിക്ക് കൊടുത്ത ഉപദേശം നീ കോപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് ഹദീസ്. ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ അവസ്ഥ പരിഗണിച്ചു കൊണ്ടായിരിക്കും റസൂലിന്റെ സംസാരം ഉണ്ടാകുക. ആ മഖാമിന് യോജിച്ച, ആ സന്ദർഭത്തിന് യോജിച്ച, ആ വ്യക്തിക്ക് അനുയോജ്യമായ ഉപദേശങ്ങളായിരിക്കും റസൂലുള്ളാഹി തങ്ങൾ നൽകുക, അല്ലേ? അല്ലെങ്കിൽ സാധാരണ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ വസിയത്ത് നൽകിയത് തഖ്വ കൊണ്ടാണ്. കാരണം തഖ്വ കൊണ്ട് വസിയത്ത് നൽകിയാൽ ഈ പറയപ്പെട്ടതെല്ലാം അത് ഉൾപ്പെട്ടു. പക്ഷെ ഈ സഹാബി ഒന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനനുയോജ്യമായ വസിയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നീ കോപിക്കാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല. യഥാർത്ഥ ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാ തിന്മകളുടെയും തുടക്കമാണ്. ദേഷ്യം തിന്മകളുടെ തുടക്കമാണ്. ഈ ദേഷ്യം ഇല്ലാതാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദേഷ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നിങ്ങൾ ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫല്യസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. കാരണം മനുഷ്യൻ ദേഷ്യം പിടിക്കുമ്പോൾ പിശാച് അതിനെ ചൂടാക്കുകയും അതിലൂടെ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്തു തീർക്കുകയും ചെയ്യും. എത്രത്തോളം? കൊല വരെ സംഭവിക്കാം. അതല്ലെങ്കിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ തൊലാഖ് വരെ സംഭവിക്കാം ദേഷ്യത്തിലൂടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തആല ആ വ്യക്തിയെ പരിഗണിച്ചുകൊണ്ട് നീ ദേഷ്യം പിടിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ദേഷ്യം വന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം ഫല്ലസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനെ ശരണം തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. വേറൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ അവസ്ഥകൾ മാറ്റുക. ഇപ്പൊ ഇരിക്കുന്ന ആളാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക. എന്നിട്ടും ദേഷ്യം അടങ്ങുന്നില്ലെങ്കിൽ കിടക്കുക. നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ മാറ്റുക. അതിലൂടെ ദേഷ്യം തണുപ്പിക്കാൻ സാധിക്കും.
മൂന്നാമത് വേറൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ ഫല്യതവല്ല, നിങ്ങൾ വുളൂ ചെയ്തു കൊള്ളുക. വുളൂ ചെയ്താൽ നിങ്ങളുടെ ദേഷ്യത്തിന്റെ കാഠിന്യം അള്ളാഹു അതിലൂടെ ഇല്ലാതാക്കി കളയും. വുളൂ ചെയ്യുന്നതിലൂടെ പിശാച് നിങ്ങളുടെ അടുത്തു നിന്നും വിദൂരത്തേക്ക് മാറിപ്പോകും. അതിലൂടെ നിങ്ങളുടെ ദേഷ്യം ശമിക്കുകയും നിങ്ങളുടെ അവസ്ഥ നന്നാകുകയും ചെയ്യും. ഇത് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഗളബ്, ദേഷ്യം എന്നുള്ളത് എല്ലാ തിന്മകളുടെയും തുടക്കമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് ഇത്തരത്തിലുള്ള ഒരു വസിയത്ത് നൽകാൻ കാരണം അല്ലെ. വേറൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ വലാകിന്ന ശദീദ്, ശക്തൻ എന്ന് പറഞ്ഞാൽ മൽപിടുത്തത്തിൽ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല, മറിച്ച് ദേഷ്യം പിടിക്കുന്ന സമയം അതിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അല്ലെ, ദേഷ്യം പിടിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടുമോ ശരീരത്തിന്? ഇല്ല. അവിടെ ശരീരത്തെ പിടിച്ചു വെക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന ഒരു പാഠം അതാണ്. ഒന്ന്, ദേഷ്യത്തിന്റെ വിപത്തും ആ ദേഷ്യത്തിന് എങ്ങനെ നമ്മൾ സംരക്ഷണം നേടാം എന്നതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തത്, നമ്മൾ സംസാരിക്കുമ്പോൾ, ഉപദേശം നൽകുമ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് എന്ന ആ വ്യക്തിയെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഉപദേശങ്ങളും. അതാണ് ഈ ഹദീസ് നമുക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠം. അടുത്തത് 17ാമത്തെ ഹദീസാണ്. അൽ ഹദീസ് السابع عشر عن أبي يعلى شداد بن أوس رضي الله عنه عن رسول الله صلى الله عليه وسلم قال إن الله كتب الإحسان على كل شيء فإذا قتلتم فأحسنوا القتل وإذا ذبحتم فأحسنوا الذبح وليحد أحدكم شفرته وليرح ذبيحته رواه مسلم. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ യഅല ഷദ്ദാദ് ഇബ്നു ഔസ് ഇബ്നു സാബിത് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബൂ യഅല ഷദ്ദാദ് ഇബ്നു ഔസ് ഇബ്നു സാബിത് അൽ ഖസ്റജി. ഖസ്റജി എന്ന് പറഞ്ഞാൽ മദീനത്തെ അറിയപ്പെട്ട ഒരു ഗോത്രമാണ് ഖസ്റജി. ആ ഗോത്രത്തിൽപ്പെട്ട അൻസാരിയായ സഹാബിയാണ് അബൂ യഅല ഷദ്ദാദ് ഇബ്നു ഔസ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അബൂദർദ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എല്ലാ ഉമ്മത്തിലും ഓരോ ഫഖീഹുകൾ ഉണ്ടാവും, ഇൽമിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ടാവും. ഈ ഉമ്മത്തിന്റെ ഫഖീഹ് അത് ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയാറുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച്. അദ്ദേഹം മദീനയിലാണ് ജനിക്കുന്നത്, മദീനക്കാരനായ സ്വഹാബിയാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ അവിടുത്തെ അറിയപ്പെട്ട ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന്റെ ദഫൻ ചെയ്തിരിക്കുന്നത്. ഹിജറ 64 75ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, കതബൽ ഇഹ്സാന, അല്ലാഹു ഇഹ്സാനിനെ രേഖപ്പെടുത്തി. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇഹ്സാൻ ചെയ്യുന്നവരായിരിക്കണം എന്ന് അല്ലാഹു രേഖപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണം പറയാൻ, ഫഇദാ ഖതൽതും, നിങ്ങൾ ആരെങ്കിലും കൊന്ന ഉദ്ദേശം നിങ്ങൾക്ക് കൊല്ലാൻ അനുവാദം നൽകപ്പെട്ടിട്ടുള്ളവരെ, അതായത് നിങ്ങൾ ഉപദ്രവിക്കുന്ന 5 കാര്യങ്ങളെ കൊല്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഹറമിലാണെങ്കിലും ഹറമിന്റെ പുറത്താണെങ്കിലും. എടുത്തു പറയാൻ കാരണം, ഹറമിൽ നമുക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല. ഹറം ഉദ്ദേശിക്കുന്നത് മക്കയും മദീനയും. പക്ഷെ അവിടെയും അതല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് കൊല്ലാൻ അനുവാദമുള്ള 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൽ ഖൽബുൽ അഖൂർ, ഉപദ്രവകരമായ പട്ടി, നായ. നമ്മള് പേപ്പട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ജനങ്ങൾ ഉപദ്രവിക്കുന്ന നായയാണെങ്കിൽ അതിനെ കൊല്ലാം. രണ്ടാമത്തത് അൽ അഖറബ്, തേള്. മൂന്നാമത്തത് അൽ ഖുറാബ്, ഉപദ്രവകരമായ കാക്ക. നാലാമത്തത് അസ്സഅബാൻ, പാമ്പ്, ജനങ്ങളെ ഉപദ്രവിക്കുന്ന പാമ്പ്. അഞ്ചാമത്തത് അൽ ഫഅറ എന്ന് പറഞ്ഞാൽ എലി. ഈ 5 നമുക്ക് എന്ത് ചെയ്യാം? കൊല്ലൽ ജായിസ. അതേപോലെ ജനങ്ങൾക്ക് ഉപദ്രവകരമായ മറ്റുള്ള മൃഗങ്ങളെയും കൊല്ലാം.
അത് കൊല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്സിനു അൽ ഖിത്ല, മാന്യമായ രൂപത്തിലായിരിക്കണം. നിങ്ങൾ കൊല്ലൽ റസൂൽ അനുവാദം നൽകിയിട്ടുണ്ട്, പക്ഷെ കൊല്ലുമ്പോഴും മാന്യമായ രൂപം നിങ്ങൾ കൈക്കൊള്ളണം. വികൃതമായ രൂപം നിങ്ങൾ കൊല്ലാൻ പാടില്ല. അതുപോലെ ഇദാ ദബഹ്തും, നിങ്ങൾ അറവ് നടത്തിയാൽ, അത് അറക്കൽ അനുവദനീയമായ മൃഗങ്ങളെ നിങ്ങൾ അറവ് നടത്തുമ്പോൾ ഫഅഹ്സിനു അദ്ദിബ്ഹ, അറവിനെ നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണം. അതെങ്ങനെയെന്ന് വ്യത്യസ്തമായ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ തന്നെ റസൂൽ പറയുന്നു, വൽയുഹിദ്ദ അഹദുക്കും ശഫറതഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അയാളുടെ കത്തിക്ക് നല്ല മൂർച്ച കൂട്ടിക്കൊള്ളട്ടെ. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് അറക്കേണ്ടത് മൃഗത്തെ. കത്തി വെക്കുമ്പോഴേക്ക് കഴുത്ത് മുറിഞ്ഞിരിക്കണം. വല്യുരിഹ് ദബീഹതഹു, ആ അറുക്കപ്പെട്ട മൃഗത്തിന് കുറച്ച് ആശ്വാസം നൽകണം. അതിനെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾ അറക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ പോത്തിനൊക്കെ പെരുന്നാൾക്ക് അറക്കുന്ന സമയം കൈയും കാലൊക്കെ കെട്ടിയിട്ട് നിലത്തിട്ട് അറുത്തതിന് ശേഷം പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ആ കയറയിച്ചു മാറ്റും. അതിന് പടക്കാൻ സൗകര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനെ പ്രയാസപ്പെടുത്തരുത്. എൻ്റെ കൈകാലുകൾക്ക് കൈയിട്ടടിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വല്യുരിഹ് ദബീഹതഹു, അറക്കുന്ന സമയം ആ അറവ് മൃഗത്തിനോട് പോലും നിങ്ങൾ കരുണ കാണിക്കണം. ഇതാണ് ഹദീസ്. ഈ ഹദീസ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ കതബ എന്ന ഫിഅല് അള്ളാഹു രേഖപ്പെടുത്തി, അള്ളാഹിലേക്ക് ചേർത്താ പറഞ്ഞല്ലേ, അള്ളാഹു രേഖപ്പെടുത്തി. അള്ളാഹുവിന്റെ കിതാബത്ത് രണ്ട് രൂപത്തിലാണ്. കിതാബത്തുല്ലാഹി നൗആൻ, അള്ളാഹുവിന്റെ കിതാബത്ത്, അള്ളാഹു എഴുതുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് കിതാബത്തുൻ കൗനിയ, കിതാബത്തുൻ കൗനിയ. അതിന് ചില പണ്ഡിതന്മാര് ഈ കൗനിയ എന്ന വാക്കിന് പകരം ഖദരിയ എന്നും പറയാറുണ്ട്. കിതാബത്തുൻ ഖദരിയ അല്ലെങ്കിൽ കിതാബത്തുൻ കൗനിയ. അതെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകത ലാബുദ്ദ അൻ തഖ, നിർബന്ധമായും അള്ളാഹു രേഖപ്പെടുത്തിയ ആ കാര്യം സംഭവിച്ചിരിക്കും. രണ്ടാമത് കിതാബത്തുൻ ദീനിയ അല്ലെങ്കിൽ കിതാബത്തുൻ ശർഇയ്യ എന്നും പറയാം. കിതാബത്തു ദീനിയ അല്ലെങ്കിൽ കിതാബത്തുൻ ശർഇയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു രേഖപ്പെടുത്തും, പക്ഷേ അത് നടന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. ഏതുപോലെ? ഉദാഹരണത്തിന് നിസ്കാരം അള്ളാഹു രേഖപ്പെടുത്തി, നിസ്കാരം നടക്കണം. എല്ലാ അടിമകളും നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചിലപ്പോൾ എല്ലാ അടിമകളിലും സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അതാണ് കിതാബത്തുൻ ശർഇയ്യ എന്ന് പറയാം. ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉദ്ദേശം ഏതാ? കിതാബത്തുൻ കൗനിയാണോ ശർഇയ്യാണോ? ശർഇയ്യാണ്. കാരണം സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഇതാണ് കിതാബത്തുൻ കൗനിയ, കിതാബത്തുൻ ശർഇയ്യ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക? ഇതിന്റെ അർത്ഥം ഈസാലുൻ നഫ്ഇ, ഒരാൾക്കൊരു ഉപകാരം എത്തിച്ചു കൊടുക്കുക. അതേപോലെ വദഫ്ഉൽ ദർ, ഒരാളിന് ഉപദ്രവത്തെ തടയുക. അതേപോലെ വകഫുൽ അദ, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ അത് നീക്കം ചെയ്യുക. ഇതാണ് ശരിക്കും ഇഹ്സാൻ എന്ന് പറയാം. ഇതാണ് ഈ ഹദീസ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു പാഠം. എല്ലാവരോടും കരുണ കാണിക്കുക, ഇഹ്സാൻ കാണിക്കുക, നന്മ കാണിക്കുക. എത്രത്തോളം? നമ്മൾ അറുക്കുന്ന മൃഗത്തിനോട് വരെ, നമുക്ക് ഉപദ്രവകരമായി നമ്മൾ കൊല്ലുന്ന മൃഗത്തിനോട് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഹ്സാൻ, കാരുണ്യം കാണിക്കുക, നന്മ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യനോടാണെങ്കിൽ മിംബാബി ഔല. എന്താണ് ഈ ഹദീസ് പഠിക്കാനുള്ളത്? അടുത്ത ഹദീസ് അൽ ഹദീസ് الثامن عشر, 18ാമത്തെ ഹദീസ്. عن أبي ذر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله عنهما عن رسول الله صلى الله عليه وسلم قال اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن رواه الترمذي وقال حديث حسن وفي بعض النسخ حديث حسن صحيح. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ട ഹദീസാണ്. ഇത് ഉദ്ധരിക്കുന്ന സഹാബി രണ്ട് സഹാബാക്കളാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഒന്ന് അബൂദർ ജുന്ദുബ് ബിൻ ജുനാദ, രണ്ട് അബു അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ. ജുന്ദുബ് ബിൻ ജുനാദ, അതുപോലെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹും. ഈ രണ്ട് സഹാബാക്കളാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ
അബൂദർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേര് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ സഹാബി. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഈ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കൂട്ടത്തിൽ തുടക്കക്കാരിൽ, ആദ്യ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരിൽ ഉണ്ടായ വ്യക്തിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റഹിമല്ലാഹു അബാദർ യംശി വഹീദൻ വയമൂതു വഹീദൻ വയുബഅസു വഹീദ. അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞതാണ്, അള്ളാഹു അബൂദറിനോട് കരുണ കാണിക്കട്ടെ. അബൂദർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിയാണ്, അയാൾ ഒറ്റയ്ക്ക് ജീവിക്കും. അദ്ദേഹം നടക്കുന്നത് ഒറ്റക്കായിരിക്കും, മരണപ്പെടുന്നതും ഒറ്റക്കായിരിക്കും, നാളെ പരലോകത്ത് പുനർജീവിപ്പിക്കപ്പെടുന്നതും അദ്ദേഹം ഒറ്റക്കായിരിക്കും. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞതാണ്. ഈ അബൂദറിന്റെ പ്രത്യേകത, ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ്. ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഒരാളുടെ ആക്ഷേപത്തെയും അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. അതേപോലെ സഹാബാക്കളുടെ കൂട്ടത്തിൽ സുഹുദ് കൊണ്ട് അറിയപ്പെട്ട വ്യക്തിയും കൂടിയാണ്, അങ്ങേയറ്റം സുഹുദുള്ള വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം അവസാനം ഹിജറ 32 ഏകദേശം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തുടക്കത്തിൽ തന്നെ ഫിത്നകൾക്ക് ആരംഭം കുറിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഷഹാദത്തിന് ശേഷം ഇസ്ലാമിക രാജ്യത്ത് ഫിത്നകൾക്ക് തുടക്കം കുറിച്ചു, ഖവാരിജുകളുടെ ഫിത്ന. ആ ഫിത്നയിൽ ഇദ്ദേഹം മനമെടുത്തിട്ട് ഒറ്റക്ക് താമസം മാറി. റബ്ദ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഹിജ്റ 32 അദ്ദേഹം മരിക്കാൻ കിടക്കാണ് വീട്ടിൽ. അപ്പം ഭാര്യനെയും മകളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഈ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൊണ്ടുവെക്കണം. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ഭാര്യയും മകളും കൂടി അദ്ദേഹത്തെ വീടിന്റെ പുറത്ത് വഴിയിൽ കൊണ്ടുവച്ചു. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു യാത്രാ സംഘം വരുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു യാത്രാ സംഘം. ആ കൂട്ടത്തിൽ സഹാബി ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മയ്യത്ത് കണ്ട് റോഡ് സൈഡിൽ. അദ്ദേഹം അത്ഭുതപ്പെട്ടു, ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കാര്യം പറഞ്ഞു, ഇത് അബൂദറിന്റെ മയ്യത്താണ്. അബൂദർ എന്നോട് വസിയത്ത് ചെയ്തതാണ് മരണശേഷം ഇങ്ങനെ ചെയ്യാൻ. അപ്പം അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ എത്ര സത്യമാണ് പറഞ്ഞത്, നുബുവത്തിന്റെ അലാമത്തും കൂടിയാണ്. എന്നിട്ടാണ് ഈ ഹദീസ് പറയുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആര്? അബ്ദുല്ലാഹി മസ്ഊദ് പറയാൻ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു അബാദർ, അബൂദർ അല്ലാഹു കരുണ കാണിക്കട്ടെ, യംശി വഹീദൻ വയമൂതു വഹീദൻ വയുബഅസു വഹീദ. അദ്ദേഹം ഒറ്റക്കായിരിക്കും മരണപ്പെടുക, ഒറ്റക്കായിരിക്കും ജീവിക്കുക, ഒറ്റക്കായിരിക്കും പുനർജീവിപ്പിക്കപ്പെടുക. എന്നിട്ട് അബ്ദുല്ലാഹി മസ്ഊദും കൂട്ടാളികളും അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. അവിടുത്തെ റബ്ദ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ദഫൻ ചെയ്യുകയും ചെയ്തു. ഇത് വേറെ കാര്യം കൂടിയുണ്ട്. ഈ ഹദീസ് പറഞ്ഞപ്പോ അബൂദറിന് ഉറപ്പായിരുന്നു ഞാൻ ഒറ്റക്കായിരിക്കും എന്നുള്ളത്. ഒറ്റക്കായിരിക്കുന്നു മാത്രമല്ല, എന്നെ സഹായിക്കാൻ അള്ളാഹു ആൾക്കാർ നിയോഗിക്കുന്ന കാര്യം ഉറപ്പായിരുന്നു. അത്ര കടുത്ത ഈമാനുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ മരിക്കാൻ കിടക്കുമ്പോഴും തന്റെ ഭാര്യയോട് ഇങ്ങനെ വസിയത്ത് ചെയ്യാൻ കാരണം. അത് അദ്ദേഹത്തിന്റെ സുഹൃദാണ് അറിയിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഈമാനിന്റെ കടുപ്പമാണ് അറിയിക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു അത് ഒന്നാമത്തെ സഹാബി. രണ്ടാമത്തെ സഹാബി അബു അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ. നമുക്കൊക്കെ സുപരിചിതനായ പ്രഗത്ഭനായ സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖസ്റജിയായ അൻസാരിയായ സഹാബിയാണ്, മദീനക്കാരനാണ് മുആദ് ബിൻ ജബൽ. ഏകദേശം അദ്ദേഹത്തിന്റെ 18ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ മദീനയിൽ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ഒരുപാട് ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയോട് നേരിട്ട് പറഞ്ഞിട്ട്, ഇന്നി ഉഹിബ്ബുക ഫില്ലാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിയോട് വളരെ അപൂർവമാണ്. പക്ഷേ ഈ സഹാബിയോട് നേരിട്ട് റസൂൽ ആവർത്തിച്ചു പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഈ സഹാബി അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ വ്യത്യസ്ത നാടുകളിൽ അദ്ദേഹം ദീനി ദഅവത്തിന് വേണ്ടി ഇറങ്ങി. ഏകദേശം ഹിജറ 8ാം വർഷം മക്കം ഫത്ഹിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. കഅബാലയത്തിലെ വിഗ്രഹങ്ങളൊക്കെ തുടച്ചു നീക്കം ചെയ്തു. മക്കയെയും കഅബയെയും വിഗ്രഹാരാധനയും ശിർക്കിൽ നിന്ന് ശുദ്ധമാക്കി.
എന്നിട്ട് റസൂൽ തിരിച്ച് മദീനത്തേക്ക് പോകുമ്പോൾ മക്കയിൽ അത്താബ് ഇബ്നു ഉസൈദ് എന്ന് പറയുന്ന സഹാബിയെ ഗവർണറാക്കി നിശ്ചയിച്ചു. മക്കയുടെ ഗവർണർ സ്ഥാനം നൽകി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ മക്കക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ. ഖുറാഉ സഹാബിയിൽ അറിയപ്പെട്ട സഹാബിയും കൂടിയാണ്. മദീനയിലെ റസൂലുള്ളാഹിയുടെ സഹാബാക്കളിൽ ഖുറാആയി അറിയപ്പെട്ട, ഖാരിയായി അറിയപ്പെട്ട വ്യക്തിയും കൂടിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് 18-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ ഇദ്ദേഹത്തെ യമനിലേക്ക് ദാഇയായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയുടെ അവസാന കാലഘട്ടത്തിൽ. അന്ന് ചെറിയ പ്രായം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞത്, ഒരു പക്ഷേ നീ തിരിച്ചു വരുന്നത് എന്റെ ഖബറിന്റെ അടുത്തു കൂടിയായിരിക്കാം. അത് റസൂൽ ബഷാറത്ത് നൽകിയതാ. അതേപോലെ സംഭവിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജറ 18-ാം വർഷം, അന്ന് ഷാമിലേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ഖിറാഅത്ത്, ജനങ്ങളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചു. ഉമർ ഖത്താബിന്റെ പ്രത്യേകത, അന്ന് ലോകത്തിന്റെ 3/4 ഭാഗവും ഇസ്ലാമിന്റെ കാൽച്ചുവട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അനറബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെ ഖുർആൻ പഠിപ്പിക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് അയച്ചു. ഈ ഷാം എന്ന് പറഞ്ഞാൽ, അന്ന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഷാം എന്നറിയപ്പെട്ടത് 4 രാജ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ സൂര്യ എന്ന് പറഞ്ഞാൽ സിറിയ, ഫലസ്തീൻ, പിന്നെ ജോർദാൻ, പിന്നെ ലബനാൻ. ഈ 4 രാജ്യങ്ങൾ കൂടിയതാണ് ഷാം എന്നറിയപ്പെടുന്നത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ. നിങ്ങൾ ഒരുപാട് ഹദീസുകൾ കാണും, റസൂൽ ഷാമിലേക്ക് പോയി. ഉദ്ദേശം ഈ 4 രാജ്യങ്ങളാണ്. ഈ 4-ൽ 1 രാജ്യം. ഈ മുആദ് ജബൽ റളിയല്ലാഹു ഷാമിലേക്ക് ഉമർ ഖത്താബ് അയച്ചു. ഉദ്ദേശം ഉർദുൻ, അത് ജോർദാൻ, ഇന്നത്തെ ജോർദാൻ. ഈ ജോർദാനിലായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഗവർണറായി ഉമർ ഖത്താബ് അയച്ചത്. ഹിജറ 18-ാം വർഷം. ഈ ഹിജറ 18-ാം വർഷം ഈ ജോർദാൻ അടങ്ങുന്ന ഷാമിൽ പ്ലാഗ് രോഗം ബാധിച്ചു. ഒരുപാട് ജനങ്ങൾ അതിലൂടെ മരണപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കൊറോണ ബാധിച്ചതുപോലെ ഏകദേശം 25,000 സഹാബാക്കൾ അടങ്ങുന്ന സംഘമാണെന്ന് മരണപ്പെട്ടത് ഈ രോഗം ബാധിച്ചിട്ട് ഷാമിൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്നറിയാതെ അന്ന് ആ ജോർദാനിലെ ഗവർണറായിരുന്ന അബു ഉബൈദ, അദ്ദേഹം എന്ത് ചെയ്തു, ഇതേപോലെ പ്ലാഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടു. അതിനുശേഷം ഗവർണറാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടത്തേക്ക് പോയി. അവിടുന്ന് ഗവർണർ സ്ഥാനം വഹിച്ചു. അദ്ദേഹത്തിന്റെ മകനും അബ്ദുറഹ്മാൻ, 2 പേർക്കും പ്ലാഗ് രോഗം ബാധിച്ചു. അവരും ആ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് 32-ാമത്തെ വയസ്സിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടെ മരണപ്പെട്ടു, ഈ രോഗം ബാധിച്ചിട്ട്. അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്നറിയാതെ സഹാബാക്കളുടെ കൂടിയാലോചന നടത്തി. അത് ഒരു സഹാബിയെ ഗവർണറായിട്ട് വീണ്ടും ഷാമിലേക്ക് അയച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹം ആദ്യം ചെയ്ത പണി, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്ന, ഈ രോഗം ബാധിച്ച എല്ലാവരെയും ഒരു മലമുകളിലേക്ക് ക്വാറന്റൈൻ ചെയ്തു. ആ മലമുകളിലേക്ക് ആർക്കും പോകാൻ പ്രവേശനമില്ല. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരാനും പാടില്ല. അങ്ങനെ ഈ രോഗത്തിന്റെ ലക്ഷണം കാണുന്ന, രോഗമുള്ള എല്ലാവരെയും മലയിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഏകദേശം കണക്ക് കിട്ടിയത്. 25,000 ആൾക്കാരാണ് മരണപ്പെട്ടതെന്ന്. അവരാ രോഗം വന്ന് മരണപ്പെട്ട് തീരുന്നത് വരെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അങ്ങനെ 25,000 മരണത്തോടുകൂടി ആ രോഗം അള്ളാഹു ഭൂമിയിലോട്ട് പിൻവലിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അങ്ങനെ ആ രോഗം പിടിപെട്ടിക്കൊണ്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച്, ഷാമിൽ വെച്ച് മരണപ്പെടുന്നത്. ഇന്നും ജോർദാൻ അദ്ദേഹത്തിന്റെ ഖബർ കാണാവുന്നതാണ് പോയാൽ. ഈ 2 സഹാബാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹൈസുമാ കുന്ത്, നീ എവിടെയായാലും, ഒറ്റക്കായാലും കൂട്ടത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമത്തത് ഒരു തിന്മ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉടനടി അൽ ഹസന, നീ എന്ത് ചെയ്യണം, ആ തിന്മക്ക് ശേഷം ഒരു നന്മ ചെയ്യണം. തംഹുഹ, എന്നിട്ട് ആ തിന്മയെ മായ്ച്ചു കളയണം. രണ്ടാമത്തെ വസിയത്ത്. തിന്മ സംഭവിച്ചാൽ ഉടനെ തന്നെ നന്മ ചെയ്ത് ആ തിന്മയെ മായ്ച്ചു കളയണം. മൂന്നാമത്തത് വഖാലിഖിൻ നാസ, നീ ജനങ്ങളോട് പെരുമാറണം, വർത്തിക്കണം. ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തിൽ. ഇതാണ് 3 അടിസ്ഥാനങ്ങൾ. ഈ ഹദീസിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒന്നാമത്തെ വസിയത്ത് അള്ളാഹുമായിട്ടുള്ള ഇടപാടാണ്. ഇത്തഖില്ല, അള്ളാഹിനെ സൂക്ഷിക്കുക, അള്ളാഹുമായിട്ടുള്ള മര്യാദ. രണ്ടാമത്തത് സ്വന്തം ശരീരത്തിനോടുള്ള മര്യാദ. അല്ലെ, തിന്മ സംഭവിച്ചു പോയാൽ നന്മ ചെയ്ത്
ആ തിന്മയെ മായ്ച്ചു കളഞ്ഞ് നരകത്തിന്റെ അവകാശിനും നിന്റെ ശരീരത്തെ നീ കാത്തുകൊള്ളണം. സ്വന്തം ശരീരത്തിനോടുള്ള മര്യാദ. മൂന്നാമത്തത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, എല്ലാ ജനങ്ങളോടുമുള്ള മര്യാദ. അപ്പൊ ഈ ഹദീസ് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുമായിട്ടുള്ള ഇടപാട് നന്നായി, സ്വന്തം ശരീരത്തിനുള്ള ബാധ്യത പൂർത്തിയാക്കി, ജനങ്ങളോടുള്ള ബാധ്യത പൂർത്തീകരിക്കുക. അതാണ് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, അള്ളാഹുവിനെ സൂക്ഷിക്കണം. രണ്ട്, തിന്മ സംഭവിച്ച ഉടനെ തന്നെ നന്മ ചെയ്തതിനെ ഇല്ലാതാക്കണം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട് അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ അത് നന്മയല്ലേ പള്ളിയിലേക്ക് നടന്നു പോകാന്നുള്ളത്. ഒരു കാലടി വെച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, മറ്റേ കാലടി വെച്ചാൽ ദറജ ഉയർത്തപ്പെടും. നിങ്ങൾ വുളൂ ചെയ്താൽ വുളൂവിന്റെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ ഒലിച്ചിറങ്ങും. നിങ്ങൾ ജുമാ നിസ്കരിച്ചാൽ അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾക്ക് അത് പ്രായച്ചിത്തമാണ്. ഒരു ഉംറ ചെയ്താൽ അടുത്ത ഉംറ വരെയുള്ള തിന്മകൾക്ക് അത് പ്രായച്ചിത്തമാണ്. അതേപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കൾ ഗുണം ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 100 പ്രാവശ്യം ചെയ്താൽ കടലിലെ തിരമാലകളോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു തരുന്നതാണ്. അങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. ഈ നന്മകൾ ചെയ്താൽ അത് മുഖേനമുള്ള പാപങ്ങൾ ഇല്ലാതാകുന്നതാണ്. അപ്പോൾ തിന്മ സംഭവിച്ചാൽ നന്മകൾ അധികരിപ്പിച്ച് തിന്മയെ ലിസ്റ്റ് നിന്ന് ഇല്ലാതാക്കി കളയുക ഒന്നത്. രണ്ടാമത്തത് പിന്നെ സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ എന്നൊരു നിസ്കാരമുണ്ട്, തൗബയുടെ നിസ്കാരം. അതിന് 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക. സാധാരണ സഹാബാക്കളൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. തിന്മ സംഭവിച്ചാൽ വുളൂ ചെയ്യും, 2 റക്അത്ത് നിസ്കരിക്കും, അള്ളാഹുവോട് ദുആ ചെയ്യും, തൗബ ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ തിന്മയെ ഇല്ലാതാക്കുക. മൂന്നാമത്തത് ജനങ്ങളോട് നല്ല രൂപത്തിൽ വർത്തിക്കുക. ഇവിടെ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നന്മ ചെയ്തിട്ടില്ല എങ്കിലും ജീവിത തിന്മകൾ ഒഴിവാക്കുക. നന്മ ചെയ്തിട്ടില്ല എങ്കിലും ജീവിതത്തിന് തിന്മകൾ ഒഴിവാക്കുക, അത് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമാണ് എന്ന്. അടുത്ത ഹദീസ്, അൽ ഹദീസ് التاسع عشر عن أبي العباس عبد الله بن عباس رضي الله عنه قال. عبد الله بن عباس رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുറച്ച് ദീർഘമായ ഹദീസാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസ്. ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, നമുക്കറിയുന്ന സഹാബിയാണ് അല്ലെ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രത്യേകത റസൂലുള്ളാഹി തങ്ങളുടെ അമ്മിന്റെ മകനാണ്. അമ്മ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ മൂത്താപ്പ അബ്ബാസ്. ഈ അബ്ബാസിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. ഈ അബ്ബാസിന്റെ പ്രത്യേകത, അബ്ബാസിന്റെ അധിക മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സ്വീകരിക്കുക മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യക്തികൾ കൂടിയാണ്. റസൂലുള്ളാഹിയുടെ മയ്യത്ത് കുളിപ്പിച്ച ആരൊക്കെയാണെന്നറിയോ? ഒന്ന് അലി റളിയല്ലാഹു അൻഹു, 2 ഖുസം ഇബ്നു അബ്ബാസ്, 3 അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, 4 ഫളിൽ ഇബ്നു അബ്ബാസ്, 5 ശുക്ര മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 ആൾക്കാർ റസൂലുള്ളാഹി തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചതും കഫൻ ചെയ്തതും ദഫൻ ചെയ്തതും. ഈ 5 ആൾക്കാർ, ഈ 5-ൽ 3 ആളും അബ്ബാസിന്റെ മക്കളാണ്. ഖുസം, ഫളിൽ, അബ്ദുള്ള, 3 അറിയപ്പെട്ട സഹാബാക്കളും കൂടിയാണ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ജനിക്കുന്നത് ഷിഅബ് അബി ത്വാലിബിലാണ്. ഹിജറക്ക് 3 വർഷം മുമ്പ്. ഹിജറക്ക് 3 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബവും ഖുറൈശികൾ ഉപരോധിച്ചു. അവരെന്ത് ചെയ്തു? റസൂലുള്ളാഹി തങ്ങളെ കുടുംബക്കാരെയും ഹാഷിം കുടുംബത്തിനെ, ഷിഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന 2 മലഞ്ചെരുവാണ്. നമുക്ക് ഇപ്പം പോയാൽ മക്കത്ത് കാണാൻ പറ്റും. ആ സ്ഥലം റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു എന്ന് പറയപ്പെടുന്ന വീടിന്റെ ബേക്കിലാണ് ഈ ഭാഗം, ഷിഅബ് അബി ത്വാലിബ്. ഷിഅബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രദേശം എന്നാണ് എൻ്റെ അർത്ഥം, മലഞ്ചെരുവ്. അപ്പൊ ഈ മലക്കപ്പുറത്ത് റസൂലുള്ളാഹിയുടെ കുടുംബത്തിന്, അബ്ദുൽ മുത്തലിബിനെ കുടുംബക്കാരൊക്കെ ഖുറൈശികൾ ഉപരോധിച്ചു. നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല, കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റൂല, അവരുമായിട്ട് ഒരു സുഹബത്തും പാടില്ല. മക്കാര് ഒരു കരാർ എഴുതി കാബയിൽ തൂക്കി. ജനങ്ങൾ ഭ്രഷ്ട് കൽപ്പിച്ചു, എല്ലാരും പുറത്താക്കി. 3 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാം. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ സമ്പന്നയാണ് അല്ലെ, കച്ചവടക്കാരിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുമ്പോൾ ഒരു സമ്പത്ത് പോലും കയ്യിൽ ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാം ഷിഅബ് അബി ത്വാലിബിൽ ചെലവഴിച്ചു. ഷിഅബ് അബി ത്വാലിബ് റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്ന 2 ആളാണ്. ഒന്ന് അബൂ ത്വാലിബും, 2 റസൂലുള്ളാഹി തങ്ങളുടെ, ഒന്ന് അബ്ദുൽ മുത്തലിബും, 2 റസൂലുള്ളാഹി അബൂ ത്വാലിബും, പിന്നെ ഖദീജയും. ഈ 2 ആൾക്കാർ, റസൂലുള്ളാഹിയുടെ ഇളയപ്പയും അതേപോലെ ഖദീജയും.
ഈ രണ്ടാൾക്കാണ് ഷിഅബ അബി ത്വാലിബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകിയത് 3 വർഷം. ചരിത്രത്തിൽ ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിച്ചിട്ടുള്ള വർഷങ്ങളാണ്. അവിടെയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്, ആ ഭ്രഷ്ട് കാലഘട്ടത്തിൽ, ഹിജ്റക്ക് 3 വർഷം മുമ്പ്. അവിടെ നിന്ന് തിരിച്ചു വന്നു, ഭ്രഷ്ട് അവസാനം നീക്കി, അത് പിൻവലിച്ചു. അവര് മക്കത്തേക്ക് തിരിച്ചു വന്നു. 2 മാസത്തിനുള്ളിൽ ഖദീജ മരണപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ അബൂ താലിബും മരണപ്പെട്ടു. ആ വർഷമാണ് ആമുൽ ഹുസുൻ എന്നറിയപ്പെടുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട വർഷമായിരുന്നു. ഏറ്റവും വലിയ സമ്പന്നയായ ഖദീജ മരണപ്പെടുമ്പോൾ ഒരു തുണ്ട് പോലും കയ്യിലുണ്ടായിരുന്നില്ല, ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല കയ്യിൽ, ഒരു കഷ്ണം തുണി പോലും കയ്യിലുണ്ടായിരുന്നില്ല. എല്ലാം ആ ഷിഅബ അബി ത്വാലിബ് റസൂലുള്ളാഹി കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചു. അതുകൊണ്ട് ചരിത്രത്തിൽ ഇന്നും ഖദീജ റളിയല്ലാഹു അൻഹ സമ്പത്തിനെ സംബന്ധിച്ച് ചർച്ചയില്ലാത്തത്. ആ വർഷമാണ് ആമുൽ ഹുസുൻ എന്നറിയപ്പെട്ടത്. അവിടെ ജനിച്ചത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ച സഹാബിയാണ്. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ വഅല്ലിംഹുൽ ഖുർആൻ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ ഖുർആൻ പഠിപ്പിക്കണം, ഇദ്ദേഹത്തിന് നീ ഖുർആന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇന്നും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തഫ്സീറുകൾ ഉദ്ധരിക്കപ്പെട്ടത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസുകൾ തഫ്സീർ ചെയ്തതും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ആണ്. ഇമാം മുജാഹിദ് പറയാറുണ്ട്, ഇമാം മുജാഹിദ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസിന്റെ ശിഷ്യനാണ്, താബിയാണ്. അദ്ദേഹം പറയും, ഞാൻ 3 പ്രാവശ്യം ഖുർആൻ മുഴുവനായി തഫ്സീറോട് കൂടി അബ്ദുല്ലാഹി ബിൻ അബ്ബാസിന്റെ അടുക്കൽ ഓതി കൊടുത്തിട്ടുണ്ട്. ഒരായത്ത് ഓതും, ആയത്തിന്റെ സബബുൻ നുസൂൽ, അതിന്റെ തഫ്സീർ, അതിന്റെ അഹ്കാമുകൾ അബ്ദുല്ലാഹി അബ്ബാസ് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അടുത്ത ആയത്ത്. അങ്ങനെ 3 പ്രാവശ്യം ഖുർആൻ മുഴുവനായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രഗത്ഭന്മാരായ ഇക്രിമ, മുജാഹിദ്, ഇവരൊക്കെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരാണ്. തഫ്സീർ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹദീസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സഹാബാക്കൾപ്പെട്ട ആളും കൂടിയാണ്. 1660ഓളം ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ത്വായിഫിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 68 ത്വായിഫിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അത് അവസാന കാലഘട്ടത്തിൽ മക്കയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. മക്കയിൽ ഖുർആൻ തഫ്സീറിന്റെ ക്ലാസും ദർസുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അവസാന സമയത്ത് അദ്ദേഹം ത്വായിഫിലേക്ക് താമസം മാറി. പല ആൾക്കാരും ചോദിച്ചു, നിങ്ങളെന്താ ത്വായിഫിലേക്ക് മാറിയത്, മക്കത്തിന് നിന്നാൽ പോരെ, മക്കയിലെ നല്ല നാട്. അദ്ദേഹം പറഞ്ഞത്, മക്കയിൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയാണ്. പക്ഷെ ഒരു തിന്മ ചെയ്താലും 1,00,000 തിന്മ ചെയ്ത കുറ്റാണ്. നന്മക്ക് മാത്രമല്ല, നേരെ തിരിച്ച് തിന്മക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നന്മ ചെയ്തിട്ടില്ല എങ്കിലും തിന്മ ചെയ്യാതിരിക്കുക. അപ്പൊ ആ തിന്മ പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം ത്വായിഫിലേക്ക് താമസം മാറിയത്. ത്വായിഫിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇന്നും അദ്ദേഹത്തിന്റെ ഖബർ ത്വായിഫിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, കുന്തു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിന് പിറകിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതായത് റസൂലുള്ളാഹി തങ്ങളുടെ കഴുതപ്പുറത്ത്. വേറെ റിവായത്തിൽ ആ കഴുതന്റെ പേരുമുണ്ട്, ഉഫൈർ എന്ന് പറയുന്ന കഴുത. ഉഫൈർ, ആ ഉഫൈർ എന്ന് പറയുന്ന കഴുതയുടെ പിറകിൽ ഇരുന്നു കൊണ്ട് ഞാൻ റസൂലിനോട് സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ചില കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഹദീസിൽ പറയപ്പെടാൻ പോകുന്ന കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്. അതുകൊണ്ട് റസൂൽ ആ ചെറിയ കുട്ടിക്ക് വരെ ഈ കാര്യം പറഞ്ഞു കൊടുത്തത് ഒന്ന്. രണ്ടാമത്തത്, ഈ വലിയ ആൾക്കാരോട് പറയേണ്ട കാര്യം റസൂൽ തങ്ങൾ പറയുന്നത് ഈ ചെറിയ കുട്ടിയോടാണ്. അത് ഈ അബ്ദുല്ലാഹി ബിൻ അബ്ബാസിന്റെ മഹത്വത്തെ അറിയിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഗ്രാഹ്യതയും ഫഹമുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. റസൂൽ തങ്ങൾ പറഞ്ഞു, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇതൊരു ഹക്കായ കാര്യമാണ്. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അസ്മാ റളിയല്ലാഹു അൻഹ 98-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 92-ാമത്തെ വയസ്സിൽ ഒരു മുടി പോലും നരച്ചിട്ടുമില്ല, ഒരു പല്ല് പോലും കൊഴിഞ്ഞിട്ടില്ല. ചെറുപ്പം ആ 17-കാരിയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആ സ്ത്രീ നിലകൊണ്ടിരുന്നു, അസ്മാ റളിയല്ലാഹു അൻഹ. ചോദിക്കപ്പെട്ട അദ്ദേഹം മഹദി പറഞ്ഞത്, ഞാൻ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു, അതുകൊണ്ട് എൻ്റെ വാർദ്ധക്യത്തിൽ അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നു. അതേപോലെ ഉബൈദുള്ള, അദ്ദേഹം ഒരു കടലിൽ നിന്ന് കപ്പലിൽ യാത്ര ചെയ്ത് കരയിലെത്തി. അത് നിങ്ങൾക്കറിയാം, കപ്പല് കരക്കൊക്കെ അടുക്കൂല, കടലിന്റെ പകുതി വരെ നിൽക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ സാധാരണ ബോട്ടിലൊക്കെയാണ് യാത്ര ചെയ്ത് വരിക. അങ്ങനെ എത്തിയപ്പോൾ ഇദ്ദേഹം കടലിൽ നിന്ന് ചാടി. 80 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി നീന്തി കരക്ക് കയറി. ആ കാലഘട്ടത്തിൽ ആ കപ്പലുണ്ടെന്ന ചെറുപ്പക്കാർക്ക് പോലും അത് പേടിയായിരുന്നു. അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അവയവങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സൂക്ഷിച്ചു, അതുകൊണ്ട് അള്ളാഹു വാർദ്ധക്യത്തിൽ എന്നെ സംരക്ഷിച്ചു. അപ്പൊ നമ്മൾ ഇപ്പം തഖ്വ ചെയ്ത് ജീവിച്ചാൽ
വാർദ്ധക്യത്തിൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് നന്മ മാത്രമാണ് അള്ളാഹു പ്രതിഫലമായി നൽകുക. അപ്പൊ ഒന്നാമത്തത് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. രണ്ടാമത്തത് ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക, നീ അള്ളാഹു നിന്റെ മുന്നിൽ കാണും. ഒരാൾ തഖ്വയോടുകൂടി ജീവിച്ചാൽ അള്ളാഹു നിന്റെ മുന്നിലുള്ളതുപോലെ നിനക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തത് ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്ത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഫസ്അലില്ലാഹ്, നീ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്ത് സഹായാഭ്യർത്ഥന നടത്തുകയാണെങ്കിലും അത് അള്ളാഹുവിനോടായിരിക്കണം ചോദിക്കേണ്ടത്. ഇത് ജീവിതത്തിന്റെ അടിസ്ഥാനം കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങൾ: ഒന്ന് തഖ്വ, രണ്ട് അള്ളാഹുവിനോട് മാത്രം കാര്യങ്ങൾ ചോദിക്കുക, മൂന്ന് സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രം. ഈ മൂന്ന് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ കാരണം കൂടി പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ് നീ അള്ളാഹിനെ മാത്രം സൂക്ഷിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നീ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നീ അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കേണ്ടത്? എന്തുകൊണ്ടാ? റസൂൽ പറഞ്ഞു കൊടുക്കാൻ, വഅലം, മോനെ നീ അറിയണം, അന്നൽ ഉമ്മത, ഈ സമുദായം മുഴുവനും, ലവിജ്തമഅത്, അവർ ഒരുമിച്ച് കൂടിയാൽ, അലാ അൻ യൻഫഊക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഇവരെല്ലാം ഒരുമിച്ച് കൂടി, എങ്കിലും ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ, നിനക്ക് അവർ ഒരു ഉപകാരം ചെയ്യുകയില്ല, ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ. അപ്പൊ നീ ജനങ്ങളിലേക്ക് പോകുന്നതിന് അർത്ഥമുണ്ടോ? അള്ളാഹു രേഖപ്പെടുത്തിയതേ ജനങ്ങൾക്ക് നിനക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ആ ജനങ്ങളടുത്തേക്ക് പോകുന്നതിൽ അർത്ഥമുണ്ടോ? അവരോട് ചോദിക്കുന്നതിന് കാര്യമുണ്ടോ? ഇല്ല. അവരുടെ ഖാലിഖായ റബ്ബിനോട് ചോദിച്ചാൽ മതി. അതേപോലെ വൈൻ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, അവരെന്തെങ്കിലും ഉപദ്രവം നിന്നെ ചെയ്യാൻ അവർ തീരുമാനിച്ചു, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, അള്ളാഹു നിനക്കെതിരെ രേഖപ്പെടുത്തിയതല്ലാതെ അവരെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങി. ഉദ്ദേശം എല്ലാം അള്ളാഹു ഖദറിൽ എഴുതി വെച്ചതാണ്. ഇത് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു റിവായത്ത് ഹദീസാണ്. ഇതേ ഹദീസ് തന്നെ ഇമാം തിർമിദി അല്ലാത്ത മറ്റൊരാൾ ഉദ്ധരിക്കുന്ന റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇഹ്ഫദില്ലാഹ തജിദുഹു അമാമക, നീ നിന്റെ റബ്ബിനെ മുന്നിൽ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖ, നിനക്ക് ഐശ്വര്യമുണ്ടാകുന്ന സമൃദ്ധമായ കാലഘട്ടത്തിൽ നീ അള്ളാഹുവിനെ മനസ്സിലാക്കണം, എങ്കിൽ യഅരിഫ്ക ഫിശ്ശിദ്ദ, ഇതും ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. നിനക്ക് സന്തോഷം ഉണ്ടാകുന്ന സമയം നീ അള്ളാഹുലേക്ക് അടുക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാവും. അല്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അറിയോ? മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവര് കപ്പലിൽ കാറ്റിലും കോളിലും അകപ്പെട്ട് കടലിൽ പ്രയാസപ്പെടുമ്പോൾ അവരാരെ വിളിക്കുക? മുഖ്ലിസീൻ ലഹുദ്ദീൻ, അള്ളാഹിനെ വിളിക്കും. അല്ലേ? കടലിൽ അകപ്പെട്ട് മുന്നിൽ ഒന്നുമില്ല, മരണത്തെ മുന്നിൽ കാണുമ്പോൾ അവർ അള്ളാഹിനെ വിളിക്കും. എന്നിട്ടോ ഫൈദാ നജ്ജാഹും ഫൈദാഹും യുശ്രികൂൻ, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചാൽ ഫൈദാഹും യുശ്രികൂൻ, അവരെന്ത് ചെയ്യും? അള്ളാഹു അല്ലാത്ത മറ്റുള്ള ജാറങ്ങളെയും ദർഗകളിലേക്കും അവർ പോവുകയും ചെയ്യും. ഇത് മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതാണ്. ഇത് തന്നെയാണ് അടിസ്ഥാനം. നമ്മൾ പ്രയാസമുള്ളവർ മാത്രം അള്ളാഹിനെ വിളിക്കുക. അല്ലെ? സങ്കടം വരുമ്പോൾ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് കരയും. സന്തോഷം വരുമ്പോൾ റബ്ബിന് ഓർമ്മയെ ഉണ്ടാകൂല. അല്ലേ? ആഘോഷവേളകളിൽ ആർഭാടത്തിന്റെയും അതേപോലെ തന്നെ അഹങ്കാരത്തിന്റെയും ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ആഘോഷിക്കുന്ന സമയം ആരെങ്കിലും അള്ളാഹിനെ ഓർക്കോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലൊരു കല്യാണം വന്നാൽ തന്നെ അള്ളാഹിനെ ഓർക്കാത്ത എത്രത്ത് മനുഷ്യന്മാരുണ്ട്. ഈ ഹദീസ് പഠിച്ചു നോക്കേണ്ട അടിസ്ഥാനമാണ്. നിങ്ങൾ സമൃദ്ധമായ അവസ്ഥയിൽ ഐശ്വര്യമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ അറിയണം. എങ്കിൽ നിങ്ങൾക്ക് ശിദ്ദത്ത് ഉണ്ടാകുമ്പോൾ, പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളെ അള്ളാഹു കൈവിടൂല, അള്ളാഹു ഒഴിവാക്കൂല. അതേപോലെ വഅലം, മോനെ നീ അറിയണം, അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക്, അന്നമാ അഖ്തഅക, നിനക്ക് കിട്ടാതെ പോയത്, ലം യകുൻ ലിയുസീബക്, അത് നിനക്ക് കിട്ടാനുള്ളതല്ല. നിനക്ക് കിട്ടാതെ ഒരു കാര്യം പോയി, അത് നിനക്ക് കിട്ടാനുള്ളതല്ല. ഉദാഹരണത്തിന് ഒരാൾ കച്ചവടം ചെയ്തു, ആ കച്ചവടം നഷ്ടത്തിലായി. നിങ്ങൾ സങ്കടപ്പെടണ്ട, കാരണം അത് നിനക്ക് കിട്ടാനുള്ള കച്ചവടം അല്ല, അള്ളാഹു അങ്ങനെ കണക്കാക്കിയത്. രണ്ടാമത്തെ, നീ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, നിനക്കത് കിട്ടിയില്ല.
സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ലം യകുൻ ലിയുസീബക്, അത് നിനക്ക് കിട്ടാനുള്ളതല്ല, നിനക്ക് ഖൈർ അതിന്റെ പിന്നിൽ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് കിട്ടാതെ പോയി എന്നതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല, അത് നിനക്ക് കിട്ടാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. അതേപോലെ വഅലം വമാ അസാബക ലം യകുൻ ലിയുഖ്തിയക്, നിനക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോവുകയും ഇല്ല. നിനക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോവുകയും ഇല്ല, അത് ഉറപ്പാണ്. അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതാണ്, കിട്ടും. അള്ളാഹു നിനക്ക് വേണ്ടാന്ന് വെച്ചതാണെങ്കിലോ ഒരിക്കലും കിട്ടൂല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അള്ളാഹു നിനക്ക് തീരുമാനിച്ച റിസ്ഖാണെങ്കിൽ അത് ഏത് പർവ്വതത്തിന്റെ അപ്പുറത്താണെങ്കിലും നിന്റെ അടുക്കലേക്ക് അത് എത്തും, അള്ളാഹു എത്തിക്കും. അതല്ല, നിനക്ക് തീരുമാനിച്ചതല്ലേ, നിന്റെ രണ്ട് ചുണ്ടിന്റെ ഇടയിലാണെങ്കിൽ പോലും നിനക്കത് കഴിക്കാൻ പറ്റൂല, അള്ളാഹു അത് തട്ടിക്കളയും. അതൊരു യാഥാർത്ഥ്യമാണ്, തവക്കുലിന്റെ അങ്ങേയറ്റം. ഈ വിശ്വാസം മനസ്സ് ശരിക്കും ഉണ്ടായിട്ടുണ്ടല്ലോ, പിന്നെ ജീവിതത്തിൽ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകൂല, എപ്പോഴും റാഹത്തായിരിക്കും. അല്ലേ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ദുനിയാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഫംഷു ഫി മനാകിബിഹ, നിങ്ങൾ ദുനിയാവിൽ സഞ്ചരിക്കണം, അധ്വാനിക്കണം. ഫംഷു എന്ന് പറഞ്ഞാൽ മഷാംഷി, നടക്കുക. അല്ലേ? ദുനിയാവിൽ നടക്കണം, അതിന്റെ അർത്ഥം സമ്പാദിക്കണം. വാക്കുകൾ ശ്രദ്ധിച്ചോട്ടോ. ഇപ്പൊ ദുനിയാവിൽ നടക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. അപ്പം നിനക്ക് കിട്ടേണ്ടത് നീ കിട്ടും. നീ തലകുത്തി മറിഞ്ഞാലും 24 മണിക്കൂറും ദുനിയാവിന്റെ വേക്കിൽ ഓടിയാലും നിനക്ക് എന്താണോ മുഖദ്ദർ അത് മാത്രമേ നിനക്ക് കിട്ടും. ഇവന് 24 മണിക്കൂർ ഓടി എന്നതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ കിട്ടാനുണ്ടാ? ഇല്ല. ഫംഷു ഫി മനാകിബിഹ, സാവകാശം നടന്ന് ഡിസ്ക് കണ്ടെത്തുന്നത് കണ്ടെത്തിയാൽ മതി. തിരക്ക് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വേക്കിലെ പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ, ആഖിറത്തെ സംബന്ധിച്ചുള്ള പറഞ്ഞാൽ എന്താ അറിയോ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ ധൃതിപ്പെട്ടു ഓടണം. വസാരിഉ, പെട്ടെന്നാക്കണം. അതേപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, മത്സരിച്ച് മുന്നേറണം. അതേപോലെ വസാബിഖു, നിങ്ങൾ ഓടിയെടുക്കണം, മത്സരിച്ച് മുന്നേറണം. ഇതൊക്കെ ആഖിറത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതാ. ദുനിയാവിനെ പറയുമ്പോഴോ ഫംഷു, നടന്നിട്ട് പോയാൽ മതി, ഓടേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് മുഖദ്ദറാണോ നിനക്ക് കിട്ടും, നീ ഓടിയാലും ഇല്ലെങ്കിൽ. ഈ ഒരു യഖീൻ ഉണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ മനുഷ്യന് സങ്കടങ്ങൾ ഉണ്ടാവില്ല. കച്ചവടം നഷ്ടത്തിലായാലും കച്ചവട ലാഭത്തിലെ പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാകൂല, അള്ളാഹു നൽകിയത്. കച്ചവടം ഇല്ലാണ്ടായാലോ പ്രത്യേക സങ്കടവും മനസ്സിലുണ്ടാകൂല. ഇത് ജീവിത വിജയത്തിന്റെ ഒരടിസ്ഥാനം കൂടിയാണ്. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം, മോനെ നീ അറിയണം, അന്ന നസ്റ മഅസ് സബർ, സഹായം അതെപ്പോഴും ക്ഷമയുടെ കൂടെയാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ അവർക്ക് മാത്രമേ വിജയം ഉണ്ടാകൂ. ക്ഷമിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാകൂ. ക്ഷമ കൈകൊള്ളാതെ നിങ്ങൾ ധൃതിപ്പെട്ടാൽ അത് പരാജയത്തിലേക്കായിരിക്കും. ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ കാണാം. അതേപോലെ വഅന്നൽ ഫറജ മഅൽ കർബ്, എല്ലാ പ്രയാസങ്ങളുടെ കൂടെയും ഒരു വിടവ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസം ഒരു ദിവസം അത് നീങ്ങും. അല്ലേ? ഒരു ദിവസം ആ പ്രയാസം നീങ്ങും. വഅന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ കടുപ്പത്തിന്റെ കൂടെയും ഒരു എളുപ്പമുണ്ടാകും. അല്ലെ? ഒരു കുന്നിറങ്ങിയാൽ ആ കുന്ന് കയറിയാൽ ഇറക്കം അനിവാര്യമാണ്, ഇറങ്ങിയാൽ കയറ്റവും അനിവാര്യമാണ്. ഇതും ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഈ അടുത്ത് നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടില്ലേ? ദുനിയാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ആർഭാടങ്ങളുമുള്ള എത്രയോ മനുഷ്യന്മാർ ചെറിയൊരു നേരത്തെ സങ്കടത്തിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? ഒരു നേരത്തെ സങ്കടത്തിന്റെ പേരിൽ ഈ യഖീനുണ്ടെങ്കിലോ ഈ സങ്കടത്തിന് ശേഷം ഒരു സന്തോഷം വരാനുണ്ട്. ഇത് ആർക്കേ ഉണ്ടാവും? മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഈ വിശ്വാസം ഉണ്ടോ. അവർക്ക് എന്ത് ചെയ്യും? ഈ സങ്കടത്തിന് ശേഷം ഇത് പോവും, ജനങ്ങൾ മറക്കും, എല്ലാം ഇല്ലാണ്ടാകും, നാളെ ജീവിതം മാറും. ഈ ഒരു വിശ്വാസം ഉള്ളവർക്ക് എപ്പോഴും റാഹത്തായിരിക്കും, എപ്പോഴും സന്തോഷമായിരിക്കും, സങ്കടങ്ങൾ ഉണ്ടാകൂല, ജീവൻ അവസാനിപ്പിക്കാൻ തോന്നൂല. കാരണം എന്താ? ഇത് കഴിഞ്ഞാൽ നാളെ സന്തോഷം. ഒന്നുമില്ലെങ്കിൽ മരിച്ചു പോയാൽ തീർന്നല്ലോ, പിന്നെ ദുനിയാവിന്റെ വേദനകളുണ്ടോ സങ്കടങ്ങളുണ്ടോ? ഇല്ലാലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. എത്ര കടുത്ത പ്രയാസം ഉണ്ടെങ്കിലും മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി, അള്ളാഹു എന്ത് ചെയ്യും? അതൊരു വിശാലമാക്കി തരും. സന്തോഷം ഉണ്ടാകുമെങ്കിൽ അള്ളാഹിനെ മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പരിധി വിടാതെ സൂക്ഷ്മത പാലിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇതാണ് ഹദീസ്. അടുത്തത് 20-ാമത്തെ ഹദീസ്, അൽ ഹദീസ് ഇശ്റൂൻ. عن أبي مسعود عقبة بن عمرو الأنصاري البدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി അൽ ബദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ അധികമൊന്നും പറയപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ സഹാബാക്കളുടെ കൂട്ടത്തിലെ ഉലമാക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. സഹാബാക്കളുടെ കൂട്ടത്തിലെ ആലിമായിട്ടാണ് അറിയപ്പെടുന്നത്. ആ സഹാബി പറയാൻ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മ അദ്റക നാസു, ജനങ്ങൾ കണ്ടെത്തിയ കാര്യത്തിൽപ്പെട്ടതാണ്, മിൻ കലാമിൻ നുബുവത്തി, നുബുവത്തിന്റെ സംസാരങ്ങളിൽ നിന്നും. അതായത് നുബുവത്ത് ഉദ്ദേശിച്ച റസൂലുള്ളാഹിന്റെ നുബുവത്ത് മാത്രമല്ല, എത്രത്തോളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ എല്ലാ പ്രവാചകന്മാരുടെയും സംസാരത്തിൽ ജനങ്ങൾ കണ്ടെത്തിയ ഒരു വിഷയം, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ഇതാണ്, ഇത് അടിസ്ഥാനമാണ്. ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ, നാണമില്ലെങ്കിൽ, ഫസ്ന മാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക. ഇതിന്റെ അർത്ഥം ലജ്ജയില്ലെങ്കിൽ എല്ലാം ചെയ്യാം എന്നാണോ? അല്ല, തൗബീഖാൻ, ആക്ഷേപാണ്. അല്ലേ? ഇതൊരു ആക്ഷേപാണ്. നീ ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തു കൊള്ളുക, അതിന്റെ അർത്ഥം ലജ്ജ വേണം, ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. തൗബീഖാണ്, ആക്ഷേപാണ്. നമ്മുടെ ചില ഉപ്പമാര് പറയില്ലേ, നീ എന്റെ പെരക്ക് കയറണ്ട, നിസ്കരിച്ചില്ലെങ്കിൽ നീ എന്റെ പെരക്ക് കയറണ്ട. അതിന്റെ അർത്ഥം എന്താ? പെരക്ക് കയറാണ്ട് പോവാന്നാ? അല്ല, പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോവാ എന്നാണ്. ഒരു ആക്ഷേപാണ്, തൗബീഖാൻ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജ ഇല്ലെങ്കിൽ നീ എന്തും ചെയ്തു കൊള്ളുക. എന്റെ ഉദ്ദേശം ലജ്ജ അനിവാര്യമാണ്. ഒരുപാട് ഫായിദകൾ പണ്ഡിതന്മാർ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. അത് മുഅ്മിനീങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ലജ്ജയില്ലാതെ സമൂഹത്തിൽ തിന്മകൾ ചെയ്യുന്നവർ, ഈ തിന്മ പരസ്യപ്പെടുത്തുന്ന ആൾക്കാരായിരിക്കും ലജ്ജയില്ലാത്തവർ. ലജ്ജയുള്ളവർ, നാണമുള്ളവർ തിന്മ ചെയ്യും, സ്വാഭാവികം, മനുഷ്യ സഹജമായി തിന്മകൾ ചെയ്യും. പക്ഷെ അത് രഹസ്യമായിട്ടായിരിക്കും, പരസ്യമാക്കൂല. ഈ തിന്മകൾ പരസ്യപ്പെടുത്തുന്നവർ ലജ്ജയില്ലാത്തവരാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ സ്വന്തം കുടുംബത്തിന്റെ രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ, പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ, ബെഡ്റൂമിലെ കാര്യങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയ പകർത്തി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നവർ യഥാർത്ഥ ലജ്ജയില്ലാത്തവരാണ്. അല്ലേ? നിന്റെ കുടുംബം നിന്റെ രഹസ്യമാണ്. ആ രഹസ്യത്തിൽ മറ്റുള്ള കടന്ന് ആഗ്രഹിക്കും ഒരാണെങ്കിലും ഇല്ല. അതുപോലെ നിന്റെ ഫാമിലി, നിന്റെ വീട്, നിന്റെ വീടിന്റെ അടുക്കള, നിന്റെ വീടിന്റെ ബെഡ്റൂം, അതൊക്കെ നിന്റെ രഹസ്യം, നിന്റെ സ്വകാര്യതയിൽപ്പെട്ടതാണ്. അതെപ്പോഴും രഹസ്യമായിരിക്കണം. പക്ഷെ ഇന്നെങ്ങനെയാണോ? ഇന്നൊരാൾ ഉറങ്ങി എണീക്കുന്നത്, ബാത്റൂമിൽ പോകുന്നത്, ചോറും കറി ആക്കുന്നത്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോകുന്നത്, എല്ലാം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ലജ്ജയില്ലാത്തവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജ വേണം, അത് ഈമാന്റെ ഭാഗമാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ്, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്, വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കന്യകകളെക്കാൾ ലജ്ജയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ലജ്ജ ഉണ്ടെന്നായിരിക്കാം പെൺകുട്ടികൾക്കാണ്, അല്ലേ? അതും കല്യാണപ്രായമായ പെൺകുട്ടികൾ. ആ പ്രായത്തിലുള്ള പെൺകുട്ടി, ലജ്ജിക്കുന്ന പെൺകുട്ടി, അവളേക്കാൾ ലജ്ജയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എല്ലാവരോടും ലജ്ജ വേണം, അള്ളാഹിനോട് ലജ്ജ വേണം, ഭാര്യയോട് ലജ്ജ വേണം, അതേപോലെ തന്നെ മക്കളോട് ലജ്ജ വേണം. നിങ്ങളൊരു തിന്മ ചെയ്യുമ്പോൾ യഥാർത്ഥം നിങ്ങളുടെ ഭാര്യമാരെ വഞ്ചിക്കുകയാണ്, നിങ്ങളുടെ മക്കളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ മക്കൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഇല്ല. നീ അള്ളാഹിനെ വഞ്ചിക്കാണ്, അല്ലേ? ലജ്ജയില്ലാതെ ഒരു തിന്മ ചെയ്യുമ്പോൾ അള്ളാഹു ഇത്രയും സൗകര്യം ചെയ്തു തന്നിട്ട്, ഇത്രയും ആനുകൂല്യങ്ങൾ ചെയ്തു തന്നിട്ടും, ഇത്രയും നിഅമത്തുകൾ ചെയ്തു തന്നിട്ടും നീ തിന്മ ചെയ്യുമ്പോൾ നീ അള്ളാഹുവിനെ ലജ്ജയില്ലാത്തവനാകുകയാണ്. അത് പാടില്ല. അള്ളാഹുവിനോടും ലജ്ജയുള്ളവനാകണം. ഇതാണ് ഈ ഹദീസ് നമുക്ക് പഠിക്കാനുള്ള പാഠം. അടുത്തത് അൽ ഹദീസുൽ ഹാദി വൽ ഇശ്റൂൻ, 21ാമത്തെ ഹദീസ്. അൻ അബി അംർ വഖീല അബി അംറ സുഫിയാൻ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക് ഖാൽ ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ചെറുതാണെങ്കിലും അർത്ഥഗാംഭീര്യമുള്ള ഹദീസാണ്. അബു അംർ അല്ലെങ്കിൽ അബി അംറ, രണ്ടുപേരും പറയപ്പെട്ടിട്ടുണ്ട്. അബു അംർ എന്നും പറയപ്പെട്ടിട്ടുണ്ട്, അബു അംറ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതായത് യഥാർത്ഥ പേര് സുഫിയാൻ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. ഹിജ്റ 41-ന്റെയും 50-ന്റെയും ഇടയിൽ ഏതൊരു വർഷത്തിലാണ് മരണപ്പെട്ടത്. അത് എപ്പോഴാണെന്നുള്ളത് തഅയീൻ ചെയ്യപ്പെട്ടിട്ടില്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ത്വായിഫിലെ സദഖ പിരിക്കാനുള്ള സദഖയുടെ ജോലിക്കാരനായിട്ട് ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു. അതല്ലാതെ ചരിത്രത്തിൽ അധികമൊന്നും അദ്ദേഹം അറിയപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറയാൻ, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലിലേക്ക് പോവുകയും അള്ളാഹിന്റെ റസൂലിനോട് ഒരു കാര്യം ചോദിക്കുകയും ചെയ്തു. എന്താ ചോദിച്ചറിയോ? അദ്ദേഹം പറഞ്ഞു, ഖുൽ ലീ ഫിൽ ഇസ്ലാം, റസൂലെ
ഇസ്ലാ ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്താ കാര്യത്തിന്റെ പ്രത്യേകത? ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. നിങ്ങളല്ലാത്ത മറ്റൊരാളോട് ചോദിക്കാൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ നോക്കി, എന്നിട്ട് പറഞ്ഞു, ഖുൽ, നീ പറയണം, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, സുമ്മസ്തഖിം, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. മുമ്പ് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തിയെ പരിഗണിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക. നേരത്തെ സഹാബിയോട് പറഞ്ഞു ലാ തഖ്ലബ്, നീ ദേഷ്യപ്പെടാൻ പാടില്ല. ഈ സഹാബിയോട് പറഞ്ഞു ആമൻതു ബില്ലാഹ്, നീ പറയണം ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, സുമ്മസ്തഖിം, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഹദീസിൽ ഒരുപാട് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ വസിഫാത്തിലും നീ അള്ളാഹുവിനെ ഏകനാക്കണം എന്നാണ്. നിങ്ങൾ അള്ളാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാ വസിഫാത്തിലും നീ അള്ളാഹുവിനെ ഏകനാക്കണം. രണ്ടാമത് സുമ്മസ്തഖിം, നീ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ അതേപോലെ നിലകൊള്ളുക, എന്നാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. അപ്പം നീ തൗഹീദ് ഉൾക്കൊണ്ടാൽ നീ അതിൽ ഇസ്തിഖാമത്തുള്ളവനാകണം. എങ്ങനെ ഇസ്തിഖാമത്ത് നിലനിർത്തുക? നിങ്ങൾക്ക് ഇസ്തിഖാമത്ത് കിട്ടി, തൗഹീദ് ഉണ്ടായി, അങ്ങനെ ആ തൗഹീദിനെ മരണം വരെ എങ്ങനെയാണ് നിലനിർത്തും? അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാം. എങ്ങനെ നിലനിർത്തുക? ഒന്ന്, ബിൽ അഅമാൽ അസ്സാലിഹ്, നന്മകൾ ചെയ്തുകൊണ്ട് നീ ഇസ്തിഖാമത്ത് നിലനിർത്തുക, തൗഹീദിനെ നിലനിർത്തുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കാരം. 5 നേരത്തെ നിസ്കാരം യഥാർത്ഥത്തിൽ തൗഹീദിനെ നിലനിർത്താനുള്ള അടിസ്ഥാനമാണ്, മാനദണ്ഡമാണ്. രണ്ടാമത് ബിതർക്കിൽ മുൻകറാത്ത്, തിന്മകൾ ഒഴിവാക്കുന്നതിലൂടെ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ തിന്മകൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇസ്തിഖാമത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നന്മ ചെയ്യുന്ന അനുസരിച്ച് ഇസ്തിഖാമത്ത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര നന്മ ചെയ്യുന്നോ അത്രയും ഇസ്തിഖാമത്ത് കൂടി പോകും. തിന്മ എത്ര ചെയ്യുന്നോ അതനുസരിച്ച് ഇസ്തിഖാമത്ത് കുറഞ്ഞുകൊണ്ടേ പോകും. തിന്മ ചെയ്ത് 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 അവസാനം എന്താവും? തിന്മയുടെ കൂമ്പാരങ്ങളാകും. അല്ലേ? ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, നിങ്ങൾ ആലോചിക്കണം, ചെറിയ ചെറിയ തിന്മകളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാകുക. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചരൽക്കല്ലുകൾ കൊണ്ടാണ് വലിയ മലയുടെ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. അപ്പൊ ചെറിയ ചെറിയ തിന്മ ചെയ്യുന്നതിലൂടെ അത് വലിയ തിന്മയിലേക്ക് എത്തുകയും നിങ്ങളുടെ ഇസ്തിഖാമത്ത് പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്യും. എന്നാൽ ചെറിയ ചെറിയ നന്മ ചെയ്യുന്നതിലൂടെയോ അത് വലിയ നന്മയായി നിങ്ങളുടെ ഇസ്തിഖാമത്ത് ബാക്കിയാകുകയും ചെയ്യും. അപ്പോഴെപ്പോഴും ഇസ്തിഖാമത്ത് അത് മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കുക. എപ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യുന്നുണ്ടോ ആ തിന്മയിലൂടെ എല്ലാം നമ്മുടെ ഇസ്തിഖാമത്ത് ഇല്ലാതാകുകയാണ് എന്ന്. അടുത്തത് അൽ ഹദീസ് സാനി വൽ 20, 22ാമത്തെ ഹദീസ്. അൻ അബി അബ്ദില്ലാഹ് ജാബിർ ബിൻ അബ്ദില്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബു അബ്ദില്ലാഹ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. അന്ന റജുലൻ, ഒരു വ്യക്തി, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, അറഅയ്ത, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇദാ സല്ലൈതുൽ മക്തൂബാത്ത്, ഞാൻ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചാൽ, വസുംതു റമളാൻ, റമളാനിൽ നോമ്പെടുത്താൽ, വഅഹ്ലൽതുൽ ഹലാൽ, അല്ലാഹു ഹലാലാക്കിയതിനെ ഹലാലായി കണ്ടാൽ, വഹറംതുൽ ഹറാം, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഹറാമായി കാണുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ, വലം അസിദ് അലാ ദാലിക ഷൈഅൻ, ഇതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. അല്ലെ, ഫർളായ കാര്യങ്ങൾ എന്തൊക്കെ? 1 നിസ്കാരം, 2 നോമ്പ്, പിന്നെ സമ്പത്ത് ഉണ്ടെങ്കിൽ സക്കാത്ത്, പിന്നെ ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ ഹജ്ജ്. അല്ലെ, അതൊക്കെ ഷർത്ത് കൊണ്ടുള്ള, ബാക്കിയൊക്കെ എപ്പോഴും നിർബന്ധമുള്ളതാണ്. ഇത് രണ്ടും ഇസ്തിതാഅത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമുള്ളൂ. അതേപോലെ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഹലാലെന്ന അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിന്റെ പുറമെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടക്കോ എന്നൊരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല നഅം, അതെ, നീ സ്വർഗത്തിൽ കടക്കും. റവാഹു മുസ്ലിം. ഇതും ഒരുപാട് പഠിക്കാനുള്ള ഹദീസാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി അബു അബ്ദില്ല ജാബിർ ഇബ്നു അബ്ദില്ല അൽ അൻസാരി, ഖസ്റജിയായ മദീനക്കാരനായ സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അറിയപ്പെട്ട സഹാബിയാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ പ്രത്യേകത, ഖന്തക് യുദ്ധ സമയത്ത് ഈ ഖന്തക്കിൽ പണിയെടുത്ത സഹാബാക്കൾക്കും റസൂലുള്ളാഹി തങ്ങൾക്കും
ഭക്ഷണം വെച്ച് വിളമ്പിയ സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ല. ഇന്നും നമുക്ക് ഖന്തക്കിൽ പോയ ഖന്തക്കിന്റെ മലയോട് ചേർന്ന് ഈ ജാബിർ എന്ന വീട് കാണാൻ പറ്റും. ഇന്നും ചരിത്ര സ്മാരകമായി ബാക്കിയാക്കിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഖന്തക്കിലേക്ക് വന്നപ്പോൾ റസൂലും സഹാബാക്കളൊക്കെ കല്ല് വയറ്റത്ത് കെട്ടിവെച്ച് അവർ പണിയെടുക്കുന്നത് വിശപ്പ് കാരണം. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ട് റസൂലിനോട് പോയിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കുറച്ച് മാംസമുണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്, അതുകൊണ്ട് റൊട്ടിയാക്കിയിട്ടുണ്ട്, ഒരു 10-15 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, നിങ്ങളും കുറച്ച് സഹാബാക്കളും വീട്ടിലേക്ക് വരണം. രഹസ്യമായിട്ട് വിളിച്ചു. കുറേ സഹാബാക്കൾ ഉണ്ടല്ലോ, എല്ലാവർക്കും തേയൂല. റസൂലുള്ളാഹി തങ്ങൾ വിളംബരം ചെയ്തു, എല്ലാവരും ജാബറിന്റെ വീട്ടിലേക്ക് പോകും, അവിടെ ഭക്ഷണമുണ്ട്. ജാബർ തന്നെ പേടിയായി. എല്ലാവരും വന്നു വീട്ടിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബറിനോട് പറഞ്ഞു, നീ അടുപ്പിൽ നിന്ന് സാധനം പുറത്തേക്ക് എടുക്കണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. ജാബർ തന്നെ പറയാണ്, ഘട്ടം ഘട്ടമായി സഹാബാക്കൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ടും അവർ കഴിച്ച് വയറ നിറച്ച് തിരിച്ചു പോയതിനു ശേഷവും പാത്രത്തിൽ അതേപോലെ ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ്. സഹാബകൾ നേരിട്ട് കണ്ടൊരു മുഅ്ജിസത്താണ്, സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഅ്ജിസത്തും കൂടിയാണ്. ആ ജാബിർ എന്നാണ് ഇത്. ആ ജാബിർ തന്നെ പറയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുള്ള, അതും അറിയപ്പെട്ട സഹാബിയാണ്, അബ്ദുല്ലാഹ് ബിൻ ഹറാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അബ്ദുല്ലാഹ് ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. ഈ ജാബിർ റളിയല്ലാഹു അൻഹു ചെറുപ്പം കാരണം അദ്ദേഹം ഉഹദിലും ബദറിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഉപ്പ അദ്ദേഹത്തെ തടഞ്ഞു, നീ വരണ്ടെന്ന് പറഞ്ഞു. കാരണം അബ്ദുല്ലാഹ് ബിൻ ഹറാം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും മകൻ ജാബിറിനെ വീട്ടിൽ നിർത്തുകയും ചെയ്തു, പെമ്മക്കളെ നോക്കാൻ. അദ്ദേഹത്തിന് 9 സഹോദരിമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുത് താഴെ, അദ്ദേഹം ഏറ്റവും മൂത്തത്, താഴെ 9 സഹോദരിമാരുണ്ടായിരുന്നു. അപ്പൊ ഈ സഹോദരിമാരെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പ മകനെ വീട്ടിലേൽപ്പിച്ചു. എന്തുകൊണ്ടെന്നറിയോ? ഈ ഉപ്പാക്ക് റസൂലുള്ളാഹി തങ്ങൾ ബശാറത്ത് അറിയിച്ചിട്ടുണ്ട്, ഉഹദ് യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദ് നിങ്ങളായിരിക്കും. അപ്പൊ ഉപ്പാക്ക് ഉറപ്പാണ് ഞാൻ മരണപ്പെടും. ശരി, അറിയപ്പെട്ടത് അങ്ങനെ തന്നെ. ഉഹദിൽ ആദ്യത്തെ ഷഹീദ് അബ്ദുല്ലാഹ് ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ അദ്ദേഹം പുറപ്പെടുമ്പോൾ മക്കൾ അനാഥയല്ലേ, 9 പെമ്മക്കളാണ്. ജാബിർ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം പോയി ആദ്യത്തെ ഷഹീദ് ആവുകയും ചെയ്തു. അതെ രീതി വീട്ടിൽ വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉഹദ് യുദ്ധത്തിന് ശേഷം ഈ അബ്ദുല്ലാഹ് ബിൻ ഹറാം അതായത് ജാബിർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒരു തുണിക്കഷ്ണം മുഖത്തിട്ടിട്ട് അദ്ദേഹം കരയായിരുന്നു. കാരണം ഇത്രയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഉപ്പ പോകുന്നത്, ഒരുപാട് കടങ്ങളും ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കരയുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, ആ തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഈ ജാബിറിന്റെ അടുത്ത് വരുന്നു, പറഞ്ഞു, ജാബിറെ നീ കരയണ്ട, നിങ്ങൾക്ക് സന്തോഷത്തെ അറിയിക്കട്ടെ. അപ്പം ജാബിർ എന്ന് പറഞ്ഞു, ആ റസൂലെ അറിയിക്കും. അപ്പൊ പറഞ്ഞു, നിന്റെ ഉപ്പ അള്ളാഹു ഒരാളോടും നേരിട്ട് സംസാരിച്ചിട്ടില്ല, മിൻ വറാഇ ഹിജാബ്, മറയില്ലാതെ, അല്ലെ, മറയില്ലാതെ അള്ളാഹു സംസാരിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു നിന്റെ ഉപ്പയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ബേജാറാകണ്ട. അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരേ ഒരു വ്യക്തി അത് ജാബിർ ബിൻ അബ്ദില്ലയുടെ ഉപ്പ അബ്ദുല്ലാഹ് ബിൻ ഹറാം റളിയല്ലാഹു അൻഹു ആണ്, റസൂൽ ഒഴിച്ച്. അതേപോലെ പിന്നെ ബുഖാരി ഉദ്ധരിക്കുന്ന വേറൊരു റിവായത്തിൽ കാണാം, ഈ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുകയും ചോദിച്ചു, തമുന്ന അലയ്യ ഉഅ്തിക്, നിനക്ക് എന്താണോ ആഗ്രഹം ഞാൻ നൽകാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, എനിക്ക് രണ്ടാമതൊരിക്കൽ കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ഷഹീദാകുകയും ചെയ്യണം. അപ്പൊ അള്ളാഹു പറഞ്ഞു, അത് പറ്റൂല, കാരണം സബഖ ലക ഖൗലി, എന്റെ ഖൗൽ ഇങ്ങനെ മുൻകടന്നുണ്ട്, വന്നഹും ലാ യർജിഊൻ, ഒരിക്കലും ദുനിയാവിന് വിരിഞ്ഞു പോയ ഒരാള് ദുനിയാവിലേക്ക് മടക്കപ്പെടൂല എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മടക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് ഹദീസുകളിൽ കാണാം. അതേപോലെ തിർമിദി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അദ്ദേഹം ഷഹീദായതിനു ശേഷം അവിടെ എടുത്ത് ദഫൻ ചെയ്യുന്നത് വരെ മലക്കുകൾ ചിറക് കൊണ്ട് അദ്ദേഹത്തിന് തണൽ വിരിച്ചിരുന്നു എന്ന്. വേറെ റിവായത്തിൽ കാണാം, ഒരാവശ്യത്തിന് ഇപ്പം നമുക്കിപ്പം മദീനത്ത് പോയാൽ കാണാം, മദീനത്ത് ഉഹദിലെ ശുഹദാക്കളെ മറമാടിയ സ്ഥലം, ആദ്യം ആ സ്ഥലത്തായിരുന്നില്ല മറമാടിയത്, കുറച്ച് മേലെ പിന്നെ നമ്മൾ ഈ ഉഹദ് മലയോട് ചേർന്ന ഭാഗത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്, വെള്ളപ്പൊക്കം കാരണം പ്രയാസം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ആ മാറ്റുന്ന സമയം ജാബിർ തന്നെ കൂടെ 2 ആൾക്കാരെന്ന് ഖബറുണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ബിൻ ഹറാമിന്റെ കൂടെ. ഒന്ന് അബ്ദുല്ലാഹ് ബിൻ ഹറാം, പിന്നെ അദ്ദേഹത്തിന് ഉറ്റ സഹോദരൻ, ഒരു കൂട്ടുകാരൻ, 2 ആൾക്കാരാണ് ഈ ഖബറിലുണ്ടായിരുന്നത്. ഖബർ മാറ്റിയ സമയം ഈ അബ്ദുല്ലാഹ് ബിൻ ഹറാമിന്റെ ശരീരം അതേപോലെ കണ്ടുവെന്നാണ് ചരിത്രത്തിൽ, വർഷങ്ങൾക്ക് ശേഷം അതേപോലെ. ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നും പറയപ്പെടുന്നു. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവർ അവർ മരണപ്പെട്ടു നിങ്ങൾ വിചാരിക്കണ്ട, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അള്ളാഹു ഒരു റിസ്ക് നൽകുന്നുണ്ട് എന്ന ആയത്ത് ഇദ്ദേഹത്തിന്റെ വിഷയത്തിന് ഇറക്കപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. വല്ലാഹു അഅലം. അങ്ങനെ അള്ളാഹു സംസാരിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹ് ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ
വർഷങ്ങൾക്ക് ശേഷം ജാബിർ തന്നെ കല്യാണം കഴിച്ചു. പള്ളിയിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നീ വിധവയാണോ കല്യാണം കഴിച്ചത്, അതല്ല ബിക്കറിനെയാണോ, കന്യകയാണോ കല്യാണം കഴിച്ചത്? ജാബിർ തന്നെ പറഞ്ഞു, ഞാനൊരു വിധവയാണ് കല്യാണം കഴിച്ചത്. ചെറുപ്പക്കാരനായ സഹാബി, പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ചോദിച്ചു, നിനക്കൊരു ബിക്കറായ കന്യകയായ നിന്റെ പ്രായത്തിനൊത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചൂടെ? തുലാഇബുക വയുലാഇബുഹ, നിനക്ക് അവളെയും കളിപ്പിക്കാം, അവൾക്ക് നിന്നെയും കളിപ്പിക്കാം. അപ്പൊ ചെറിയ പ്രായം കുറഞ്ഞ ഒരു കന്യകയെ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഉപ്പ 9 സ്ത്രീകളെ വിട്ടിട്ടാണ് പോയത്, ഒരുപാട് കടങ്ങളും ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഈ പെമ്മക്കളെ നോക്കാൻ ഒരു ഉമ്മയാണ് എനിക്ക് ആവശ്യം, ഭാര്യയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. എന്റെ അർത്ഥം എന്താ അറിയോ? ബിക്കറിനെ കല്യാണം കഴിക്കുന്നത് മുസ്തഹബാണ്. ബിക്കർ എന്ന് പറഞ്ഞാൽ കന്യക, വിധവ അല്ലാത്ത സ്ത്രീയെ കല്യാണം കഴിക്കൽ മുസ്തഹബാണ്. ഇതാണ് ഹദീസ്. അപ്പൊ പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു വ്യക്തി വന്ന് റസൂലിനോട് ചോദിക്കാൻ, ഞാൻ ഫർള് മാത്രം ചെയ്താൽ, സുന്നത്തുകളൊന്നുമില്ല, ഫർള് മാത്രം ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ കടക്കും? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ കടക്കും. ഈ ഹദീസ് നമുക്ക് തരുന്ന പാഠം എന്താ അറിയോ? എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നത് പോലെ, നന്മകൾ ഒരുപാട് ചെയ്തിട്ടില്ല എങ്കിലും തിന്മകൾ ചെയ്യാതിരിക്കുക. കാരണം അള്ളാഹുവിന്റെ ഫضല് കൊണ്ട് ഒരുപക്ഷെ ചെയ്ത നന്മകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോയേക്കാം. പക്ഷെ തിന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഫضല് നിങ്ങൾ ഇല്ലാതാക്കരുത്. തിന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ കോപത്തിന് നിങ്ങൾ ഇരയാകരുത്. തിന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തടയുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠം. അത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 3 വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന് മുഖസ്സിറാത്ത്. മുഖസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തുന്നവർ. 2 മുഖ്തസിദ്, വീഴ്ച വരുത്തുന്നില്ല, നന്മകൾ ചെയ്യുന്നവർ. 3 സാബിഖുൻ ഇലൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവർ. 3 ജനവിഭാഗമാണ്. ജനങ്ങൾ 3 തരത്തിലാണ്. ഒന്ന് അൽ മുഖസ്സിറാത്ത്, വീഴ്ച വരുത്തുന്നവർ, അതായത് നന്മകൾ ചെയ്യാതെ തിന്മകൾ ചെയ്യുന്നവർ, അവർ നരകത്തിലാണ്. രണ്ടാമത്തത് തിന്മകളില്ല, ഫർലാക്കപ്പെട്ട നന്മകൾ മാത്രം ചെയ്യുന്നവർ, അവരാണ് മുഖ്തസിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഹദീസ് പറയപ്പെട്ടതുപോലെ. മൂന്നാമത്തത് സാബിഖുൻ ഇലൽ ഖൈറാത്ത്, തിന്മകൾ വർജിക്കുകയും നന്മകളിൽ മുന്നേറുകയും ചെയ്തവർ. നമ്മൾ ഏത് കൂട്ടത്തിൽ പെടണം? ആദ്യത്തെ കൂട്ടത്തിൽ. കാരണം ആ കൂട്ടത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ഫർദിന്റെ പിഴവുകൾ പരിഹരിക്കുന്നത് സുന്നത്തിലൂടെയാണ്, അല്ലെ? ഫർദിന്റെ പിഴവുകൾ പരിഹരിക്കുന്നത് സുന്നത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ സാബിഖുൽ ഖൈറാത്തിലാണ് നമ്മൾ പെടേണ്ടത് എന്നർത്ഥം. ഇതാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പാഠം. അടുത്തത് അൽ ഹദീസ് الثالث والعشرون, 23ാമത്തെ ഹദീസ്. عن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأان أو تملأ ما بين السماوات والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغدو فبائع نفسه فمعتقها أو موبقها رواه مسلم. അബൂ മാലിക് അൽ ഹാരിസ് ഇബ്ൻ അൽ ആസിം അൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇദ്ദേഹവും ചരിത്രത്തിൽ അധികം അറിയപ്പെടാത്തൊരു സഹാബിയാണ്. ഹിജറ 18, മുമ്പ് പറഞ്ഞല്ലോ, ഹിജറ 18 ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഷാമിൽ വ്യാപിച്ച പ്ലാഗ് രോഗം ബാധിച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. പിന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട അതേ വർഷം അതേ രോഗം ബാധിച്ചിട്ടാണ് ഈ സഹാബിയും മരണപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തുഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി അത് ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ പകുതിയാണ്. ഇവിടെ വൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനവിയും ഹിസ്സിയുമായ ശുദ്ധി. ശുദ്ധി 2 തരത്തിലാണ്, ഒന്ന് മാനവി, 2 ഹിസ്സി. മാനവി എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധി, അതായത് ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നും ശുദ്ധിയാകുക. മനസ്സിനെ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും നിഫാഖിൽ നിന്നും ശുദ്ധിയാക്കുക. രണ്ടാമത്തത് പിന്നെ ഹിസ്സിയായ ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധീകരിക്കുക. ഇത് രണ്ടും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ഒരേപോലെ. മനസ്സ് ഷിർക്കിൽ നിന്ന് ശുദ്ധിയാകണം, ശരീരങ്ങൾ നജസിൽ നിന്ന് ശുദ്ധിയാകണം, അത് വൃത്തിയോടുകൂടി നടക്കണം എന്നർത്ഥം. രണ്ടും ഒരേപോലെ. മനസ്സ് പിന്നെ ഷിർക്ക് കൊണ്ട് മലീനിസമാക്കിയിട്ട് ശരീരം വൃത്തിയാക്കി നടന്നുകൊണ്ട് കാര്യമുണ്ടാകും ഇല്ല. ഇനി അതുപോലെ തന്നെ മനസ്സിൽ ഷിർക്കൊന്നുമില്ല, പക്ഷെ ശരീരം മോശമാക്കി നടക്കാൻ പറ്റുമോ? അതും പാടില്ല. രണ്ടും ഒരേപോലെ ശുദ്ധിയായിരിക്കണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാലുകളുടെ ഫضലുകളാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ അഹ്കാമുകളൊന്നുമില്ല, മറിച്ച് അഅമാലുകളുടെ ഫضലുകൾ, മഹത്വങ്ങൾ. റസൂൽ പറയാണ് വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന കലിമത്ത് നാളെ അള്ളാഹുവിന്റെ തുലാസിൽ ഭാരം തൂക്കുന്നതാണ്. അത് നിറഞ്ഞു നിൽക്കും തുലാസിൽ ഈ അൽഹംദുലില്ലാ എന്നൊരു കലിമത്ത്, അല്ലെ? അതാണ് സുബ്ഹാന അൽഹംദുലില്ലാ എന്നൊരു കലിമത്ത് തംലഉൽ മീസാൻ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നന്മ തിന്മകൾ തൂക്കുന്ന സമയം തുലാസിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അൽഹംദുലില്ലാ എന്ന കലിമത്ത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം മീസാൻ. മീസാൻ എന്ന് പറഞ്ഞത് തുലാസ്. ഈ തുലാസ് ഹിസ്സിയാണോ മാനവിയാണോ? അതായത് യാഥാർത്ഥത്തിൽ തുലാസ് ഉണ്ടോ, അല്ലതൊരു പിന്നെ ആലങ്കാരിക പ്രയോഗമാണോ? അള്ളാഹു നീതി കാണിക്കും എന്നതിന് ആലങ്കാരിക പ്രയോഗമാണോ, അതല്ല ഹിസ്സി ആയിട്ടുണ്ടോ? എന്താ ഹിസ്സി ആയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. മീസാൻ അത് ഹിസ്സിയാണ്. അത് മീസാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മീസാൻ തന്നെ. എങ്ങനെ? റസൂൽ ലഹു കിഫ്ഫതാനി വലിസാൻ. അതിന് രണ്ട് തട്ടുകളുണ്ട്, പിന്നെ ആ നാവുണ്ട്, തൂക്കുന്ന ആ ഇതുമുണ്ട്. അതേപോലെ തന്നെ തുലാസ്. മുഅ്തസിലാക്കൾ പറയും അങ്ങനെ ഹിസ്സിയായ തുലാസ് ഇല്ല, മറിച്ച് അത് മാനവിയാണ്. അത് ഉദ്ദേശം അള്ളാഹു നീതി കാണിക്കും എന്നാണ്. മുഅ്തസിലാക്കൾ ദുർവ്യാഖ്യാനിച്ചതാണ്. അതിനൊന്നും ആവശ്യമില്ല. മീസാൻ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ട്, റസൂൽ അത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അതങ്ങനെ. ഇതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാട്. കാരണം ഗൈബിയായ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകൂല. അള്ളാഹു അള്ളാന്റെ റസൂലും എന്ത് പറഞ്ഞോ അതേപോലെ വിശ്വസിക്കുക. അപ്പൊ തുലാസ് മീസാൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ. പിന്നെ എങ്ങനെ നന്മ തിന്മകൾ തൂക്കുക? നന്മ കാണാൻ പറ്റുമോ? ഹിസ്സുണ്ടാ? ഒരു വസ്തു ഉണ്ടെങ്കിലല്ലേ തൂക്കാൻ പറ്റൂ, അതില്ലാത്തതിനെ തൂക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഒരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹു സ്വർഗത്തിന്റെ അവകാശങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും, നരകത്തിന്റെ അവകാശങ്ങൾ നരകത്തിലേക്കും പ്രവേശിപ്പിക്കും. എന്നിട്ട് അള്ളാഹു മരണത്തെ കൊണ്ടുവരും. കസൂറത്തിക്ക ബിഷിൻ, ഒരാടിന്റെ രൂപത്തിൽ. മരണം നമുക്ക് കാണാൻ പറ്റുമോ? മരണത്തിന് ഇല്ല. പക്ഷെ അള്ളാഹുന്റെ പരലോകത്ത് ഒരാടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. സ്വർഗത്തിൽ ആൾക്കാർ ചോദിക്കും ഇത് ഏതാണെന്ന് അറിയോ? അപ്പൊ അവര് ഇത് ഹാദൽ മൗത്ത്, ഇത് മരണമാണ്. നരകത്തിൽ ആൾക്കാർ ചോദിക്കും, അവരും പറയും ഇത് മരണമാണ്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും? അവിടെ വെച്ച് അതിനെ അറുത്തിട്ട് കൊല്ലും, ആടിനെ അറുക്കും. എന്നിട്ട് പറയും ഇന്ന് മുതൽ നിങ്ങൾക്ക് മരണമില്ല. സ്വർഗത്തിന്റെ അവകാശികൾ കാലാകാലം സ്വർഗത്തിൽ, നരകത്തിന്റെ ആൾക്കാർ കാലാകാലം നരകത്തിൽ. ഈ മരണത്തിന് അള്ളാഹു രൂപം കൊടുക്കാൻ അള്ളാഹു ഖാദിറാണെങ്കിൽ നന്മകൾക്ക് രൂപം കൊടുക്കാനും അള്ളാഹു ഖാദിറാണ്, അല്ലെ? അപ്പം പിന്നെ നന്മകൾക്ക് അള്ളാഹുയുടെ ദാത്ത് വസ്തു എന്താ പറയാ, അള്ളാഹു അതിന് ഹിസ്സി ശരീരം നൽകും, തന്നെ തൂക്കും. അതുപോലെ ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലോ, ഖബറിൽ ഖുർആൻ മനുഷ്യരൂപത്തിൽ വരും. എന്നിട്ട് ആ ഖുർആൻ ഓതിയ മനുഷ്യന് പിന്നെ ഖബറിൽ പിന്നെ ഇനാസത്ത് നൽകും, അതായത് അവന് പിന്നെ സമാധാനിപ്പിക്കും. ഖബർ ഒറ്റക്ക് കിടക്കുന്ന സമയം അവനെ സമാധാനിപ്പിക്കും. അള്ളാഹു കഴിവുള്ളവനാണ്. അപ്പൊ ഇതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ. രണ്ട് വാക്ക് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ, ഈ രണ്ട് വാക്കും തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. ഈ രണ്ട് വാക്ക് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വാക്ക് ആകാശവും ഭൂമിയും നിറക്കുന്നതാണ് നന്മകളെ കൊണ്ട്. ആ രണ്ട് വാക്ക് പറഞ്ഞാൽ അത്രയും കൂലി മനുഷ്യന് കിട്ടുന്നതാണ്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. പിന്നെ വസ്സലാത്തു നൂറുൻ, നിസ്കാരം അത് മനുഷ്യന് പ്രകാശമാണ്. വസ്സലാത്തു നൂറുൻ, അല്ലെ? നാളെ മുഅ്മിനീങ്ങൾ, അവർ മുനാഫികളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞല്ലോ, മുനാഫികൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ മുഅ്മിനീങ്ങൾ നടക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പ്രകാശിക്കും. ആ പ്രകാശത്തിലായിരിക്കും മുനാഫികൾ വേക്കിലേ വരിക. അപ്പൊ ആ പ്രകാശം അവരിൽ നിന്ന് തടയപ്പെടും. ഇത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രകാശമായിരിക്കും നിസ്കാരം. വസ്സദഖതു ബുർഹാനുൻ, സദഖ മുഅ്മിനീങ്ങൾക്ക് നാളെ പരലോകത്ത് പ്രമാണമായിരിക്കും, തെളിവായിരിക്കും. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഓരോ സദഖയും നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്നത്, നമുക്ക് തെളിവായിരിക്കും. വസ്സബ്റു ദിയാഉൻ, ക്ഷമ അതും പ്രകാശമായിരിക്കും. ഈ നൂറ് ദിയാ രണ്ടും പ്രകാശം എന്നാണ് അർത്ഥം അറബിയിൽ. വെളിച്ചം, പ്രകാശം, രണ്ടും വ്യത്യാസം എന്താ അറിയോ? നൂറും ദിയാഉം രണ്ടും പ്രകാശമാണ്, വെളിച്ചമാണ്. രണ്ടും വ്യത്യാസം, നൂറ് എന്ന് പറഞ്ഞാൽ വെളിച്ചം, പ്രകാശം, അതിൻ്റെ കൂടെ ചൂടുണ്ടാവില്ല. നമ്മൾ സാധാരണ ചന്ദ്രനില്ലേ, ചന്ദ്രന്റെ വെളിച്ചത്തെ സംബന്ധിച്ച് പറയാം നൂറുൽ ഖമർ എന്നാണ് പറയാ. ചന്ദ്രന്റെ പ്രകാശം, അത് ചൂടുണ്ടതിന് ഇല്ല. സൂര്യന്റെ വെളിച്ചമില്ലേ, അതിന് പറയാം ദിയാ ഉ ഷംസ് എന്നാണ് പറയാ. സൂര്യന്റെ വെളിച്ചം, അതിനെന്തുണ്ട്? ചൂടുണ്ട്. അപ്പൊ ചൂടുള്ള പ്രകാശത്തിനാണ് ദിയാ എന്ന് പറയാ, ചൂടില്ലാത്ത പ്രകാശത്തിനാണ് നൂർ എന്ന് പറയുക. ഇപ്പൊ ഇവിടെ അള്ളാഹു റസൂൽ പറഞ്ഞത് വസ്സബ്റു ദിയാഉൻ, ക്ഷമ അത് പ്രകാശമാണ്. വെറും പ്രകാശമാണോ? ചൂടുള്ള പ്രകാശമാണ്. എന്തുകൊണ്ട്? എപ്പോഴാ ക്ഷമിക്കുക മനുഷ്യന്മാര്?
പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലേ, അപ്പൊ അതിന്റെ ആ ചൂട് പരലോകത്ത് കാണാനുണ്ടാകും. എത്ര കണ്ട് നമ്മളെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ടോ അത്രയും പ്രകാശം അവിടെ കൂടും. അതാണ് റസൂൽ അങ്ങനെ ഉപയോഗിക്കുന്ന കാരണം. അതുപോലെ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക്, ഖുർആൻ നിനക്ക് അനുകൂലമായും സാക്ഷിയാകും പ്രതികൂലമായും സാക്ഷിയാകും പരലോകത്ത്, അല്ലേ? അപ്പൊ ഖുർആൻ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ അനുകൂലമായി സാക്ഷി പറയും, അതിൽ വീഴ്ച വരുത്തിയാൽ പ്രതികൂലമായ സാക്ഷി പറയും. ഇനി കുല്ലുന്നാസി യഗ്ദു, റസൂൽ ഉദാഹരണം പറയാം. കുല്ലുന്നാസി, എല്ലാ ജനങ്ങളും, യഗ്ദു, അവർ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. ഒരു ഉദാഹരണം റസൂൽ, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അവർ പുറപ്പെടുന്നു. ഫബാഇഉൻ നഫ്സഹു, എന്നിട്ട് ഓരോരുത്തരും അവരുടെ ശരീരത്തെ വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഫമുഅ്തിഖുഹ, ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ശരീരത്തിനെ മോചിപ്പിക്കും നരകത്തിൽ നിന്നും. ഔ മൂബിഖുഹ, അല്ലെങ്കിൽ തിന്മ പ്രവർത്തനങ്ങൾ ചെയ്ത് അവന്റെ ശരീരത്തെ അവൻ നരകത്തിലിട്ട് നശിപ്പിച്ചു കളയുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിനായത്തായിട്ട്, ഒരു മജാസിയായി ഉപയോഗിച്ചതാണ്. അതായത് നന്മകൾ ചെയ്യുന്നവനെയും തിന്മകൾ ചെയ്യുന്നവനും വേർതിരിച്ച് മനസ്സിലാക്കാൻ റസൂൽ ഒരു പ്രയോഗം നടത്തി. റസൂൽ പറയാണ്, ഓരോ മനുഷ്യർ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഒന്നുകിൽ ആ ദിവസം നന്മകൾ ചെയ്ത് അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, അല്ലെങ്കിൽ ആ തിന്മകൾ ചെയ്ത് അവന്റെ ശരീരത്തെ നരകത്തിലിട്ടവൻ നശിപ്പിച്ചു കളയും. ഇതാണ് ഹദീസ്. നന്മകൾ ചെയ്യാനുള്ള പ്രേരകം നൽകുന്ന ഹദീസാണ്. അമലുകളുടെ ഫളായില് പറയുന്ന ഹദീസ്. അടുത്തത് അൽ ഹദീസ് റാബിഉ വൽ ഇശ്റൂൻ, ഈ 24ാമത്തെ ഹദീസ്. കുറച്ച് ദീർഘമായ ഹദീസാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചു പോവാം. ഇത് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. മുമ്പ് പറഞ്ഞു, അബൂദർ ജുന്ദബ് ബിൻ ജുനാദ സഹാബി, ഇതാണ് അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ, അല്ലാഹുവിൽ നിന്നും റസൂലുള്ളാഹി തങ്ങൾ ഉദ്ധരിക്കുന്നതിൽ നിന്നും റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയാം. ഹദീസ്, അള്ളാഹുവിന്റെ വഹി 3 രൂപത്തിലാണ്. ഒന്ന് അൽ ഖുർആൻ, അത് കലാമുല്ലാഹ്. രണ്ടാമത്തത് അൽ ഹദീസുൽ ഖുദ്സി. മൂന്നാമത്തത് അൽ ഹദീസുൻ നബവി. എന്താ ഈ ഹദീസ് ഖുദ്സിയും അതേപോലെ തന്നെ ഹദീസുൻ നബവിയും തമ്മിൽ വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രഗത്ഭമായ ഒരു വ്യത്യാസം, ഹദീസുൻ നബവി അതിന്റെ ആശയവും വാക്കുകളും റസൂലുള്ളാഹി തങ്ങളിൽ നിന്നുള്ളതായിരിക്കും. ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അള്ളാഹുവിൽ നിന്നുള്ളതായിരിക്കും, വാക്കുകൾ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നുള്ളതായിരിക്കും. ഇതാണ് ഒരു അഭിപ്രായം. വേറെ ചില അഭിപ്രായമായിട്ട് പറയുന്നത്, ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞാൽ വാക്കുകളും മഅനയും അള്ളാഹുവിൽ നിന്നുള്ളതായിരിക്കും. എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസം എന്തായാലും നമുക്കത് പ്രത്യേകിച്ച് അഹ്കാമുകളൊന്നുമില്ല. പിന്നെ ഖുർആനും ഖുദ്സിയ ഹദീസ് തമ്മിൽ വ്യത്യാസം, ഖുർആൻ യുതഅബ്ബദു ബിതിലാവതിഹി, ഖുർആൻ ഓതിയ കൂലി കിട്ടും. ഖുദ്സിയ ഹദീസ് ഓതിയാലോ കൂലി കിട്ടൂല. അതുകൊണ്ട് ഇബാദത്ത് എടുക്കാനില്ല. പക്ഷെ പഠിക്കാനുള്ള കൂലി അത് വേറെ. ഇബാദത്ത്, നമുക്ക് ഖുർആൻ ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം, ഇബാദത്ത് എടുക്കാൻ കൂടിയല്ലേ. അതേപോലെ ഹദീസെ ഖുദ്സി ആണെങ്കിൽ രാവുമ്പെങ്കിലും ഓതിയാല് കൂലി കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഇബാദത്ത് എടുക്കാനില്ല. 2, ഖുർആൻ അത് നിസ്കാരത്തിൽ ഓതിയാൽ നിസ്കാരം സഹീഹാണ്. ഖുദ്സിയ ഹദീസ് നിസ്കാരത്തിൽ ഓതിയാൽ നിസ്കാരം ബാത്തിലാണ്, ഓതാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ അത് ഓതാൻ പണ്ഡിതന്മാരെ വുളു ഷർത്തായി വെച്ചിട്ടുണ്ട്. എന്നാൽ ഖുദ്സിയ ഹദീസ് ഓതാൻ വുളു ഷർത്തില്ല. ഇതാണ് നമ്മളുള്ള ചില വ്യത്യാസങ്ങൾ. അങ്ങനെ ഖുദ്സിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അന്നഹു ഖാൽ, അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാൻ. അല്ലാഹു പറയാൻ, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ, ദുൽമിനെ ഞാൻ ഹറാമാക്കി, നിഷിദ്ധമാക്കി, അലാ നഫ്സി, എനിക്ക് തന്നെ. അതായത് അള്ളാഹു ഒരിക്കലും അടിമകളോട് ദുൽമ കാണിക്കൂല, അല്ലെ? ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണിമണിത്തൂക്കം ദുൽമ പോലും അള്ളാഹു കാണിക്കൂല. നന്മ ചെയ്തൊക്കെ നന്മ കൊടുക്കും, തിന്മ ചെയ്തൊക്കെ തിന്മയും കൊടുക്കും. ഒരു ദുൽമും അള്ളാഹു അടിമകളോട് കാണിക്കൂല. അതേപോലെ വജഅൽതുഹു ബൈനക്കും, വജഅൽതുഹു, ആ ദുൽമിനെ ഞാൻ ആക്കി, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, മുഹറമ, ഹറാമാക്കി. നിങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ദുൽമ ചെയ്യാൻ പാടില്ല, മറ്റൊരാൾ ആക്രമിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും നിങ്ങൾ അടിമകൾ പരസ്പരം ഉപദ്രവിക്കാൻ പാടില്ല.
ഫലാ തളാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അന്യോന്യം ദുൽമ കാണിക്കാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. അതൊരു ദീർഘമായ ഹദീസാണ്. അള്ളാഹു അടിമകൾ എടുത്തെടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ. യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാം വഴി പിഴച്ചവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയവർ ഒഴിച്ച്. ഇന്ന് കിട്ടുന്ന പാഠം എന്താ? ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്, അല്ലേ? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കൂല. ഇത് ആരെ കുറിച്ച് പറഞ്ഞതാ? അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പോവുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അബൂ താലിബ് വിസമ്മതിച്ചു. അതിനെ സംബന്ധിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് റസൂൽ ഇറങ്ങി വന്നു മരിച്ചതിന് ശേഷം അബൂ താലിബ്. അപ്പോൾ റസൂൽ പറയുന്ന വാക്കാണ് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആളെ നിനക്ക് ഹിദായത്തിൽ കൊണ്ടുവരാൻ പറ്റൂല. ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹു അവന്റെ സെലക്ഷനിൽ ഹിദായത്ത് കൊടുക്കാൻ ഒരാൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു അയാളെ പരിഗണിച്ചിട്ടുണ്ട്. അള്ളാഹു അയാളെ എന്താ പറയാ, അള്ളാഹുവിന്റെ സ്വന്തക്കാരനായി കണ്ടിട്ടുണ്ട്. അപ്പൊ കിട്ടിയ ഹിദായത്ത് അത് ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്തുക. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് ഹിദായത്തിലാക്കാൻ ചോദിക്കണം. അഹ്ദിക്കും, ഞാൻ നിങ്ങളെ ഹിദായത്തിലാക്കും. ഇത് അള്ളാഹു പറയുന്ന വാക്കാണ്. നിങ്ങളെല്ലാം പഴച്ചവരാണ്, ഞാൻ ഹിദായത്തിലാക്കിയവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാം വിശക്കുന്നവരാണ്, വിശപ്പുള്ളവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവർ ഒഴികെ. അള്ളാഹു റിസ്ക് നൽകിയവർ ഒഴികെ ബാക്കി എല്ലാവരും വിശപ്പിലാണ്. അതുകൊണ്ട് ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ചോദിക്കുക. ഉത്ഇമുക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. ഖാലിഖായ അള്ളാഹുവിനെ പറയുമ്പോൾ പിന്നെ അടിമകൾ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടാ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സഹാബാക്കളൊക്കെ ജീവിതം ആലോചിച്ച് നോക്കിയേ. അവർക്ക് അള്ളാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ ജീവിച്ചവരാണ്. എന്തുകൊണ്ട്? ഇതിലുള്ള യഖീനാണ്. അള്ളാഹു റിസ്ഖ് നൽകുമെന്ന് പറഞ്ഞാൽ പിന്നെ അടിമകളുടെ കാല് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ? അള്ളാഹിന്റെ ഖസാന വളരെ വലുതല്ലേ? എൻ്റെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. ആ ഷെയ്ഖ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണക്കാരനായ മനുഷ്യനെ കാണാൻ വേണ്ടി പോയി. പണക്കാരനെ കാണാൻ പള്ളിയിലേക്ക് ചെന്നു. ഇശാ നിസ്കാരത്തിന് ശേഷം കാണാൻ വേണ്ടി റെഡിയായി. അദ്ദേഹം സുന്നത്ത് നിസ്കരിച്ചു, പള്ളിയുടെ പുറത്ത് കാത്തിരുന്നു. മുഅദ്ദിൻ വന്നു, ലൈറ്റൊക്കെ ഓഫാക്കി, ഫാനൊക്കെ ഓഫാക്കി, മുഅദ്ദിനും പുറത്തേക്ക് പോയി. ഈ പണക്കാരനെ കാണുന്നില്ല. അപ്പൊ അയാൾ ഷെയ്ഖ് എന്ത് ചെയ്തു? പള്ളിയുടെ ഉള്ളിൽ കയറി നോക്കി. അപ്പൊ ആ ഷെയ്ഖ് പറയാണ്, ഞാൻ നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പള്ളിയുടെ മെഹ്റാബിന്റെ മൂലയിൽ ഇരുന്നിട്ട് രണ്ട് കൈ ആകാശത്തൊക്കെ ഉയർന്നിട്ട് അയാൾ ഇങ്ങനെ കരഞ്ഞോണ്ട് ദുആ ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാം പുറത്തേക്ക് ഞാൻ ചിന്തിച്ചു, ഇയാൾ സമ്പത്ത് ഉണ്ടാക്കിയത് അള്ളാഹിനോട് ചോദിച്ചിട്ടാ, പിന്നെ ഞാൻ എന്തിന് ഇയാളോട് ചോദിക്കുന്നത്? എനിക്കും അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ? ഞാൻ അതേപോലെ തിരിച്ചു നടന്നു. എൻ്റെ വീട്ടിൽ പോയി മുസല്ല വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഞാൻ റബ്ബിനോട് ചോദിച്ചു. രാവിലെ ഉണ്ടാകുമ്പോൾ ഈ പണക്കാരൻ എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു ഹദിയ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു പള്ളി ഉണ്ടാക്കണം, ഉസ്താദ് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇതാണ് പ്രിയമുള്ളവരെ തവക്കുൽ എന്ന് പറഞ്ഞാൽ. ഇയാൾ പണക്കാരന്റെ വേക്കിൽ പോയപ്പോൾ സങ്കടം തിരിച്ചു വന്നു. ഇയാൾ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു പണക്കാരൻ ഇദ്ദേഹത്തിന്റെ പിറകിലേക്ക് കൊണ്ടുപോയി. ഇതാണ് യഖീൻ അത്തവക്കുൽ എന്ന് പറഞ്ഞാൽ. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. അള്ളാഹു പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാം വിവസ്ത്രരാണ്, വസ്ത്രം ധരിക്കാനില്ലാത്തവരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം നൽകിയവരൊഴികെ. അതായത് അള്ളാഹു റിസ്കിനെ സംബന്ധിച്ച് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രം നൽകിയവരൊഴികെ ബാക്കി എല്ലാവരും വിവസ്ത്രരാണ്. അതുകൊണ്ട് ഫസ്തക്സൂനി അക്സുക്കും, നിങ്ങൾ എന്നോട് വസ്ത്രം ധരിപ്പിക്കാൻ ആവശ്യപ്പെടുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിച്ചു തരും. എന്റെ അർത്ഥം, എന്തുണ്ടെങ്കിലും അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹു തരാൻ കഴിവുള്ളവനാണ്. വീണ്ടും പറഞ്ഞു, യാ ഇബാദി, എന്റെ അടിമകളെ. ഇനി ഇതിന്റെ ഒരു വിശദീകരണം കൊടുക്കണം റസൂൽ. അതിന്റെ ഈ പറയപ്പെട്ട കാര്യത്തിന് തവക്കുലിന്റെ ഉദാഹരണം കൊടുക്കാണ്. ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവും പകലും തിന്മകൾ ചെയ്യുന്നവരാണ്. കാരണം നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ മലക്കോ പ്രവാചകന്മാരോ അല്ല. പ്രവാചകന്മാർ മഅസൂമിങ്ങളാണ്. മലക്കൾക്ക് വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ല. നിങ്ങൾ മനുഷ്യരാണ്, പ്രവാചകന്മാരല്ലാത്ത മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ തിന്മകൾ സംഭവിക്കും. നിങ്ങൾ രാവും പകലും തിന്മകൾ ചെയ്യുന്നവരാണ്. വാന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാനാകട്ടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നവനുമാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പാപമോചനം തേടണം. അഗ്ഫിർ ലക്കും, ഞാൻ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നക്കും ലം തബ്ലുഗു ളർരി ഫതളുറൂനി, നിങ്ങൾ ഒരു ഉപദ്രവം നിങ്ങൾ എന്നെ ഏൽപ്പിക്കൂല. നിങ്ങൾക്ക് എന്ത് ചെയ്താലും എന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി, നിങ്ങൾ ഒരു ഉപകാരവും എനിക്ക് ചെയ്യൂല. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടാ? നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കായി, എനിക്കതിൽ യാതൊരു കാര്യമില്ല.
നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാനും കഴിയില്ല, നിങ്ങൾക്ക് എന്നെ നന്മ ചെയ്യാനും പറ്റൂല. യാ ഇബാദി, എന്റെ അടിമകളെ. അതിന് വേറൊരു ഉദാഹരണം കൂടി. ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ, നിങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരും ജിന്നുകളും, കാനു അവരെല്ലാവരും ആയാൽ, അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമകളായാൽ, അതായത് ഭൂമി ലോകത്തുള്ള ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തഖ്വയുള്ള ആള്, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ തഖ്വ പോലെ നിങ്ങൾ എല്ലാവരും ജീവിച്ചു. ആലോചിച്ച് നോക്കിയേ, ദുനിയാവ് നിറച്ചും റസൂലുള്ളാഹി തങ്ങളെ പോലെയുള്ള മനുഷ്യന്മാർ, റസൂലുള്ളാഹി തങ്ങളെ പോലെയുള്ള ജിന്നുകൾ. ആലോചിച്ച് നോക്കി, അങ്ങനെ ഉണ്ടാവുകയും ചെയ്താൽ, നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയാൽ തന്നെ, എന്റെ അധികാരത്തിൽ അതൊന്നും കൂട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും മുത്തക്കികളായി എന്നതുകൊണ്ട് എനിക്ക് സ്ഥാനം കൂടാനുണ്ടാ? ഇല്ല, ഞാൻ എപ്പോഴും സ്ഥാനത്ത് തന്നെയാണ്. നിങ്ങൾ തഖ്വയുള്ളവരായാലും ഇല്ലാത്തവരായാലും. അല്ലാഹുവിന്റെ സ്ഥാനത്തെ സംബന്ധിച്ച് പറയാൻ, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ഈ പറയപ്പെട്ടതുപോലെ മനുഷ്യരും ജിന്നുകളും ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെ എല്ലാവരും വളരെ മോശപ്പെട്ട മനുഷ്യന്റെ ഹൃദയത്തിന് ഉടമകളായാൽ, എല്ലാവരും മോശപ്പെട്ട ആൾ, ഒരു നല്ല മനുഷ്യനുമില്ല, എല്ലാവരും മോശപ്പെട്ട ആൾക്കാർ, അങ്ങനെ ആയാലും അതെന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറവ് വരുത്തൂല, എനിക്കൊന്നുമല്ല, നിങ്ങൾക്ക് പോയത് നിങ്ങൾക്ക് പോയി. അതുപോലെ തന്നെ ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, റസൂൽ പറയാം, നിങ്ങളുടെ കൂട്ടത്തിൽ തുടക്കം മുതൽ അവസാനമുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും ഖാമു ഫീ സഈദിൻ വാഹിദ്, ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി, ഫസഅലൂനി, എല്ലാവരും എന്നോട് ദുആ ചെയ്തു, എന്നോട് ആവശ്യങ്ങൾ ചോദിച്ചു. ആലോചിച്ച് നോക്കിയേ, ഇത്ര കോടാനുകോടി മനുഷ്യരുണ്ടാവും, ഇത്ര കോടാനുകോടി ജിന്നുകളുണ്ടാവും, ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ളവർ. അവരെല്ലാവരും അല്ലാഹുവിനോട് ചോദിച്ചു. ആ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഓരോരുത്തരുടെ ഭാഷയിൽ ഓരോരുത്തരുടെ അവസ്ഥയിൽ നിങ്ങൾ ചോദിച്ചാൽ, ഫഅഅതൈതു, ഞാൻ നൽകും, കുല്ല വാഹിദിൻ മസ്അലത, ഓരോരുത്തരും ചോദിച്ചത് ഞാൻ നൽകും, അത് ഞാൻ കഴിവുള്ളവനാണ്. മാനഖ് സദാലിക, അങ്ങനെ ഞാൻ കൊടുത്തു എന്നതുകൊണ്ട്, മാനഖ് സദാലിക മിമ്മാ ഇൻദി, എന്റെ അടുക്കലുള്ളതൊന്നും ഒരു കുറവും വരൂല, അള്ളാഹിന്റെ ഖജനാവിൽ ഒരു കുറവും സംഭവിക്കൂല. എന്ന് മാത്രമല്ല, ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ, ഒരാളൊരു സൂചി കടലിൽ മുക്കി, ആ സൂചി കടലിൽ മുക്കിയിട്ട് ഓരോ തുള്ളി വെള്ളം പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? എത്രത്തോളം ചെയ്യേണ്ടി വരും? ഒരു സൂചി കടലിൽ മുക്കിയിട്ട് ആ സൂചി പറ്റിപ്പിടിക്കുന്ന വെള്ളം കരയിലേക്ക് എത്തിച്ചു, ആ കടൽ വറ്റിക്കാൻ കൊണ്ട് പറ്റുമോ? ഒരു തുള്ളി വെള്ളം എടുക്കാൻ പറ്റുമോ? അത്ര പോലും എന്റെ ഖജനാവിൽ ഒരു കുറവും വരൂല, ഈ പറയപ്പെട്ട എല്ലാവർക്കും ഞാൻ എല്ലാം കൊടുത്താലും. അതേപോലെ തന്നെ യാ ഇബാദി, പ്രിയപ്പെട്ട അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും, നിങ്ങൾ ദുനിയാവിൽ ചെയ്യുന്നത് നിങ്ങളുടെ അമലുകളാണ്. ഉഹ്സിഹാ ലക്കും, ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കും. സുമ്മ ഉവഫീക്കും ഇയ്യാഹ, എന്നിട്ട് പരലോകത്തെത്തിയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീതം വെച്ച് തരും. നന്മക്ക് നന്മ, തിന്മക്ക് തിന്മ. ഫമൻ വജദ ഖൈറൻ, ആരെങ്കിലും നന്മയാണ് കണ്ടെത്തുന്നതെങ്കിൽ പരലോകത്ത്, വലതുകൈയിൽ കിതാബ് കിട്ടി നന്മയാണ് കണ്ടെത്തുന്നതെങ്കിൽ ഫൽയഹ്മദില്ലാ, അവൻ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. വമൻ വജദ ഗൈറ ദാലിക്, എന്നെ പരലോകത്ത് ഇടത് കൈയിലാണ് കിതാബ് കിട്ടിയതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, സ്വന്തത്തെ അല്ലാതെ മറ്റാരെയും അവൻ ആക്ഷേപിക്കേണ്ടതില്ല. ഇതാണ് ഹദീസ്. ഈ ഹദീസിന്റെ പ്രത്യേകത, ഈ ഹദീസിന്റെ റാവിമാരെല്ലാം കൂഫക്കാരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ കൂഫക്കാർ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഈ ഹദീസിന്റെ ഗാംഭീര്യം കൊണ്ട് അവർ കാൽമുട്ട് നിലത്ത് കുത്തി കാൽമുട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ഈ ഹദീസ് പറഞ്ഞിരുന്നത് എന്ന്. കാരണം അള്ളാഹു സംസാരിക്കുന്ന ചില വാക്കുകളാണ് അല്ലെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അവര്, ഇദ്രീസ് അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി പറയാണ്, അവർ കാൽമുട്ട് നിലത്ത് കുത്തിയിട്ടായിരുന്നു ഈ ഹദീസ് പറഞ്ഞിരുന്നത്. അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഹദീസ് പഠിച്ചാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനെ പോലെയാണ്. അത്രയും മഹത്വമുള്ള, ഓരോ അർത്ഥഗാംഭീര്യമുള്ള വരികളാണ് ഈ ഹദീസിൽ നമ്മൾ പഠിച്ചത്. പിന്നെ ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാസ്തക്ക് ശേഷം സംസാരിക്കാം. അള്ളാഹു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.